കർത്താവ് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായ ദൈവസ്ഥാനത്തിന് മറവിലായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കർത്താവ് ചെയർമാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വൈസ് ചെയർമാനായി എല്ലാ കോർഡിനേറ്റേഴ്സിനായി, എല്ലാ എക്സിക്യൂട്ടീവ്സിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ സഹായികൾക്കായി, സിംഗേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവം വലിയ ചെയ്യാൻ പതിനായി സ്തോത്രം. സകല മാനവും മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥനകളുണ്ട്. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഈ നല്ല നിമിഷം, ഈ രാത്രികാലം പല ടൈംസുകളായി നമുക്ക് ദൈവസ്ഥാനത്തിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല നിമിഷത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. പ്രാർത്ഥന ചാപ്റ്ററിന്റെ ചെയർമാൻ വർഗീസ് പാസ്റ്റർ അത്യാവശ്യമായ ഒരു മീറ്റിങ്ങിന് അദ്ദേഹത്തിന് സംബന്ധിക്കേണ്ടതുകൊണ്ട് ഇന്ന് നമ്മുടെ മീറ്റിങ്ങിന് സംബന്ധിക്കുവാൻ സാധിച്ചില്ല. പ്രിയ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന പ്രത്യേകമായ അന്വേഷണം എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജോയിച്ചതായ കർത്താവിന് പാസ്റ്റർ സണ്ണി പി ഷാമ്പൽ പാസ്റ്ററെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ മഹത്തുള്ള വേലയിൽ പ്രിയ ദൈവദാസനെ ദൈവശക്തമായി നൂറ്റാണ്ടിൽ ഉപയോഗിക്കുന്നത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രികാലം ദൈവം ധാരണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന വിവിധ രാജ്യങ്ങളായി പ്രാർത്ഥനാ പ്രവർത്തനങ്ങളും ആത്മീയമായ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ കർത്താവ് കൃപ നൽകി. കർത്താവിന്റെ ഹിതമെങ്കിൽ പ്രാർത്ഥന 25ാമത്തെ വർഷത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത്രത്തോളം നടത്തിയ കർത്താവിന് സകല മാനവും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. 2000 ഒക്ടോബർ മാസം 50 പേര് തുടങ്ങിയതാകുന്ന ഒരു ചെറിയ കൈയെഴുത്ത് പ്രതിയായിരുന്നു പ്രാർത്ഥന ധ്വനി. ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരം 2014 ലഭിക്കാതെയായി. ഇന്ന് ലോക രാജ്യങ്ങളായി 15,000-ലധികം പേരുടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാക്കുകയും കർത്താവ് മാനിച്ചു. 15ഓളം രാജ്യങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അതിശക്തമായി കർത്താവിന്റെ കൃപയാ നടന്നുകൊണ്ടിരിക്കുന്നു. സകല മാനവും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. വിവിധ രാജ്യങ്ങളായ പ്രാർത്ഥനാ മീറ്റിങ്ങുകളും മറ്റുള്ള അനേക ആത്മീയ പ്രോഗ്രാമുകളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനേക പ്രാർത്ഥനകളുടെ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിക്കുന്നല്ലോ. പ്രാർത്ഥനയാൽ കൈത്താങ്ങുക എന്നുള്ളതാണല്ലോ പ്രാർത്ഥനയുടെ ലക്ഷ്യം. അനേക പ്രാർത്ഥന വിഷയങ്ങളാണ്. ഇന്ന് ചില മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളായ നിരവധി പ്രാർത്ഥന വിഷയങ്ങളാണ് ലഭിക്കാനിടയായത്. നാം ഒരുമിച്ച് നമ്മൾ ആയിരിക്കുന്ന മേഖലയിലായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കഴിഞ്ഞ നാളിലൊക്കെ അയച്ച ദൈവീയ വിടുതലിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രികാലവും നാം ദൈവസ്ഥാനത്തിലായിരിക്കുന്ന നിമിഷങ്ങള് നമ്മുടെ ജീവിതത്തിൽ വിടുതലായി തീരട്ടെ. അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ദൈവം സേവിപ്പാനും ഒക്കെ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ദൈവത്തില് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. തുടർന്ന് ഗാനങ്ങൾ പാടി നാം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രാർത്ഥന ധ്വനി UAE കൗൺസിലിന്റെ സിംഗേഴ്സിനെ ഗാനം സൃഷ്ടിക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വോയിസ് ക്ലിയർ ആണല്ലോ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രികാലം ഒരിക്കൽ കൂടി കർത്താവിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ, വലിയവനായ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തിൽ പ്രാർത്ഥിപ്പാൻ ദൈവം വീണ്ടും ഒരു അവസരം കൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേക അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ ഉപയോഗിച്ചു. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ മറുപടികൾ കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കി. വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി കാണേണ്ടതിന് വേണ്ടി ദൈവത്തിൽ നമുക്ക് വീണ്ടും ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന്, വിടുതലിനും ആശ്വാസത്തിന് കാരണമാക്കി ഈ പ്രവർത്തനങ്ങളെ ദൈവം തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. തുടർന്നുള്ള അല്പസമയം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരുമിച്ച് ചില ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. നാം പാടുമ്പോൾ ആ പാടുന്ന പാട്ടിൻ്റെ വരികളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, ആ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ഈ ദിവസങ്ങളിൽ അനേകമായി ആയിരിക്കുന്ന ആപത്തുകൾ, അനർത്ഥങ്ങൾ, യുദ്ധങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എല്ലാം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തോട് എതിർക്കുന്നു, രാജ്യത്തിനകത്തുള്ള ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ്, അതുപോലെ കഴിഞ്ഞ ദിവസം വയനാട് നടന്ന ആ പ്രകൃതി ദുരന്തം, അതിനെല്ലാം ഓർത്ത് നാം പ്രാർത്ഥിക്കുന്നു. തുറന്നും ആ കുടുംബങ്ങളെ, അവിടെ ആയിരിക്കുന്ന ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരോട് മനസ്സിലിയുമാറാകട്ടെ. ആ കഴിഞ്ഞ ദിവസം നടന്ന പ്രകൃതി ദുരന്തത്തെ എല്ലാം നാം ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നാം എന്തൊക്കെ സമ്പത്ത് ഈ ലോകത്ത് കൂട്ടിവെച്ചെന്ന് പറഞ്ഞാലും, നാം സ്വന്തമായി കരുതിയിരുന്ന ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, അതൊക്കെ ഒരു ക്ഷണനേരം കൊണ്ട് ഇല്ലാതാകുന്ന ഒരവസ്ഥ. നാം പലപ്പോഴും മനുഷ്യൻ അഹങ്കരിക്കും. നാം ചന്ദ്രനിൽ ചെന്നു, പല കണ്ടുപിടുത്തങ്ങൾ പുതിയത് നടത്തുന്നുണ്ട്,
പ്രകൃതി നിയന്ത്രിക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഒറ്റ നിമിഷം കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം തകർന്നില്ലാതായ ഒരവസ്ഥ. പാട്ടുകാരൻ ഇപ്രകാരമാണ് പാടുന്നത്: നമ്മുടെ ലോകപ്രകാരം നാം പല സമ്പത്ത് നേടിയെങ്കിലും അതെല്ലാം ഒരു നിമിഷം കൊണ്ട് അസ്തമിച്ചു പോകും. എന്നാൽ ദൈവപൈതലായി നമുക്ക് പറയാൻ കഴിയും, ആ സമ്പത്ത്, ഈ ലോകപ്രകാരമുള്ള നമ്മുടെ സമ്പത്തും നമ്മുടെ മാന്യതയും സകലതും നഷ്ടപ്പെട്ടാലും നമുക്ക് നഷ്ടപ്പെടാത്ത ഒരു സമ്പത്ത് സ്വർഗത്തിലുണ്ട്. അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. ആ കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ് നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത്. പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നു: ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകക്കാർ ഞങ്ങളെ വീഴ്ത്തിയിടിലും പൊന്നേശുവേ അങ്ങല്ലോ ഞങ്ങളുടെ ദിവ്യ സമ്പത്ത്. ആ വരികളെ ചേർന്ന് പാടി, ആ വരികളെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ധ്യാനിച്ച് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂവി ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവി ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും, നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും. നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ. നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവരി മലമുകൾ ഏറി നീ ഞങ്ങൾക്കായി, കാൽവരി മലമുകൾ ഏറി നീ ഞങ്ങൾക്കായി. കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു ഇരേകിയ, കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു ഇരേകിയ. നീയല്ലോ ഞങ്ങൾക്കുള്ള, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നോ ഞങ്ങൾക്കുള്ള അതെല്ലാം തന്നു പോറ്റുന്നോ, അന്നോ ഞങ്ങൾക്കുള്ള എല്ലാം തന്നു പോറ്റുന്നോ. എന്നും എന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, എന്നും എന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും, ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും. ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നേശുവേ, ലോകക്കാർ നിത്യം
ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ ശത്രുവിന്നഗ്നിയസ്ത്രം ശക്തിയോടെ എതിർക്കുന്ന ശത്രുവിന്നഗ്നിയസ്ത്രം ശക്തിയോടെ എതിർക്കുന്ന മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഒരിക്കൽ കൂടി ആ വരികളെ ഒന്ന് ചേർന്ന് പാടാൻ പറ്റുമോ? ഈ ലോകത്തിൽ ഞങ്ങൾക്കുള്ള സകലത് നഷ്ടപ്പെട്ടാലും ഈ ലോകക്കാർ ഞങ്ങളെ ദുഷിച്ചാലും പൗലോസ് പറയുന്നത് ആപത്തിനോ വാളിനോ കഷ്ടതയ്ക്കോ നഗ്നതയ്ക്കോ ഇതിനൊന്നും ക്രിസ്തുവുള്ള സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ കഴിയില്ല. ഒരിക്കൽ കൂടി ആ വരികളെ മാത്രം ഒന്ന് ചേർന്ന് പാടാമോ? ഓ ലോകത്തിൽ ഞങ്ങൾക്കുള്ള ഇതെല്ലാം നഷ്ടമാകിലും ലോകത്തിൽ ഞങ്ങൾക്കുള്ള ഇതെല്ലാം നഷ്ടമാകിലും ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നേശുവേ ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഇത്ര നല്ലൊരു സമ്പത്ത്, ഇത്ര നല്ലൊരു രക്ഷകനെ നമ്മുടെ രക്ഷിതാവായി നമുക്ക് കിട്ടിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ഏറി വരുമ്പോഴും കർത്താവ് ഇപ്രകാരമാണ് പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നാം ഭാരം ചുമന്ന് മുമ്പോട്ട് പോകാനല്ല, നമ്മൾ ഭാരങ്ങളെ ദൈവസ്ഥലത്ത് ഇറക്കി വെച്ച് ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യത്തോടെ മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ പ്രതിസന്ധികളൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ കർത്താവ് ഇപ്രകാരമാണ് പറയുന്നത്, ഒന്നും ഭയപ്പെടേണ്ട, കാക്കയാൽ ഭക്തനെ പോറ്റിയ ദൈവം നമുക്ക് വേണ്ടുന്ന അന്നന്ന് വേണ്ടുന്നത്, നമുക്ക് നേരത്തെ പാടിയതുപോലെ അന്നന്ന് ഞങ്ങൾക്കുള്ളതെല്ലാം തന്ന് പോറ്റുന്ന നല്ലൊരു ദൈവം, നമുക്ക് അന്നന്ന് വേണ്ടുന്നതെല്ലാം നൽകി തന്ന് വഴി നടത്തുന്ന നല്ലൊരു ദൈവം. ആ നല്ല ദൈവത്തെ രക്ഷിതാവായി നമ്മുടെ പിതാവായി നമ്മുടെ കർത്താവായി കിട്ടിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം ജീവിതത്തിൽ ചെയ്തു തരുന്ന നന്മകളെ ഓർത്ത് നന്ദിയുള്ളവരെ കർത്താവിനായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുറന്നുള്ള ഒരു ഗാനം നാം ചേർന്ന് പാടുമ്പോൾ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങളെ അടിച്ച് വായുകളെ തുറന്ന് നമുക്ക് ഗാനം ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം പലയിടങ്ങളിലായിരിക്കുന്നുവെങ്കിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവിക സാന്നിധ്യം നമുക്ക് യഥാർത്ഥമായി തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവൻ്റെ നാമം ഉയർത്തിയിടുക. പച്ചപ്പുൽ മേടുകളിൽ നമ്മെ പാലിക്കുന്ന നമ്മുടെ ദൈവത്തെ, ആ പാലകനെ നാം മറന്നിരിക്കാതെ ദൈവം ജീവിതത്തിൽ ചെയ്തു തരുന്ന നന്മകളെ ഓർത്തുകൊണ്ട് കൃപകളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരായ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പാടി കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവൻ്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവൻ്റെ നാമം ഉയർത്തിയിടുക. പച്ചപ്പുൽവേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം, പച്ചപ്പുൽവേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം, പാലകനേശുവെ മറന്നിരിക്കും, തന്തയൊന്നായി ഘോഷിച്ചിടാം. പാലകനേശുവെ മറന്നിരിക്കും, തന്തയൊന്നായി ഘോഷിച്ചിടാം. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവൻ്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക,
സ്തുതിച്ചാർത്തിടുക, അവൻ്റെ നാമം ഉയർത്തിടുക. ഈശാനമൂലൻ ആടിച്ചുയർന്നു, പാടകു തകർന്നെന്നു തോന്നിയപ്പോൾ. ഈശാനമൂലൻ ആടിച്ചുയർന്നു, പാടകു തകർന്നെന്നു തോന്നിയപ്പോൾ. ഞൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക. ഞൊടിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവൻ്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, ഉയർത്തിടുക. ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നൂര ചെയ്തില്ലേ. ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നൂര ചെയ്തില്ലേ. കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവൻ്റെ നാമം ഉയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവൻ്റെ നാമം ഉയർത്തിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലെങ്ങനെ നാം. പാലകനീശുവെ മറന്നിരിക്കും, തന്തയെ ഒന്നായി ഘോഷിച്ചിടാം. പാലകനീശുവെ മറന്നിരിക്കും, തന്തയെ ഒന്നായി ഘോഷിച്ചിടാം. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, ഉയർത്തിടുക. ആമേൻ. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവൻ്റെ നാമം ഉയർത്തിടുക. ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നൂര ചെയ്തില്ലേ. ഇന്നെന്ന ഭാരത്താൽ ഒന്നും ഭയപ്പെടേണ്ടെന്നൂര ചെയ്തില്ലേ. കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവൻ്റെ നാമം ഉയർത്തിടുക. ആമേൻ. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവൻ്റെ നാമം ഉയർത്തിടുക. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമീത്. കൃപയാൽ 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 എന്നെ പകർന്നൊരു ശക്തിയത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമീത്. കൃപയാൽ 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 എന്നെ പകർന്നൊരു ശക്തിയത്. നിന്ദകളേറിടും വേളകളിൽ, പഴിദുഷിയേറിടും നാടുകളിൽ, കലങ്ങിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തങ്കരത്താ. നിന്ദകളേറിടും വേളകളിൽ, പഴിദുഷിയേറിടും നാടുകളിൽ, തകർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും പൊങ്കരത്താ. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമീത്. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി ഇത്.
പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലേ ക്ലേശം മാറിടുമേ. നാഥനവനെന്നും ചാരിയുണ്ട്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമീത്. കൃപയാൽ 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 എന്മേൽ പകർന്നൊരു ശക്തിത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമീത്. കൃപയാൽ 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 എന്മേൽ പകർന്നൊരു ശക്തിത്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമീത്. കൃപയാൽ ഹല്ലേലൂയ മേനമേ കോരി ഓരി വാലേരം ദേരി വർഷം ദേരി ഗലഗരംദല ചുടകാരകളേരി വൈഡകരംദര ദിവബല അർത്തേരകരം ദേരി വർഷം ദര ചുടകലരി ബബല ചൂടേരം ദേരി വർഷം ദര ചുടകാരകളേരി മാരം ദേരി ബബല ചുടകാരകലകരംദര വിമാരം ദര ചൂടാരകളേ ശ്രീമാലേരം ദേരി വർഷം ദേരി ഗാലകരംദല അർത്തേരകലകരം ദേരി ബബഷൈഡകരം ദര ചുടകലരി ബബല ദേരി ഗലക ചുടകാരകളേരി ബബഷൈഡകരം ദര. ഹല്ലേലൂയ കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമീത്. കൃപയാൽ നമ്മുടെ മേൽ പകർന്ന സ്നേഹം, സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്ന സ്നേഹം നമ്മുടെ സ്വന്തമല്ല. ഈ അത്യന്ത ശക്തി എൻ്റെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനം, നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദാനം. കൃപയാൽ 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 എന്മേൽ പകർന്നൊരു ശക്തി ഇത്. നമ്മളെക്കാൾ അധികം മിടുക്കന്മാർ, മാന്യന്മാർ, സമ്പന്നന്മാർ ഈ ലോകത്തുണ്ടായിരുന്നിട്ടും നമ്മെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെ ഒരിക്കൽ കൂടി ഓർത്തു ഒരു പ്രാവശ്യം കൂടെ വരി ഒന്ന് പാടാമോ? കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമീത്. കൃപയാൽ 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 എന്മേൽ പകർന്നൊരു ശക്തി ഇത്. ഇത്രത്തോളം സമയം കർത്താവിൽ നമുക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഇടയാക്കിയല്ലോ. കർത്താവിൻ്റെ കൃപകൾക്കായി സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ നമുക്ക് ഒരുമിച്ച് ആത്മീയ ഗാനങ്ങൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ജോബിൻ ബ്രദർ നേതൃത്വത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനൊക്കെ ദൈവം സഹായിച്ചല്ലോ. വീണ്ടും ഒരു പാട്ടോടെ പാടി നമുക്ക് പുറകാലെ ദൈവത്തെ സ്തുതിക്കാം. അടുത്തത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥന UAE ചാപ്റ്ററിന്റെ പ്രയർ കോർഡിനേറ്റർ ആയിരിക്കുന്ന സിസ്റ്റർ യൂനിഫിനി സിസ്റ്ററാണ് ഇന്ന് രാത്രികാല മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ദേശത്തിന്, കുടുംബങ്ങൾക്ക്, നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും വളരെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കാം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥനയായി കൈത്താങ്ങുക എന്നുള്ളതാണല്ലോ പ്രാർത്ഥനയുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. നാം ഇന്ന് രാത്രികാലം പ്രിയ ദൈവദാസി പ്രാർത്ഥന വിഷയങ്ങൾ പറയുമ്പോൾ ഓരോരുത്തരായി പ്രാർത്ഥിക്കുമ്പോഴും നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഒരു വലിയ ദൈവ പ്രവൃത്തി പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിന്മേലും ദൈവം അയക്കുവാൻ നമുക്ക് പ്രാർത്ഥന ലീഡിയായിട്ട് പ്രിയ ദൈവദാസിയെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. പ്രത്യേക പ്രാർത്ഥനാദിനിയുടെ മീറ്റിംഗ് ആയിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കൂടി വരുവാൻ തക്കണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരല്പസമയം നമുക്ക് പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്ന വിഷയങ്ങൾ എല്ലാം എനിക്ക് ഏകദേശം എഴുതി വെക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും കഴിയുന്നത് ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ദൈവമക്കളും പ്രത്യേകം പ്രാർത്ഥന അപേക്ഷിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ കഴിയുന്നവര് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കുക. ഞാൻ എല്ലാവരുടെയും പേര് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും
പ്രാർത്ഥനയിൽ നമുക്ക് കൈത്താങ്ങാൻ നമ്മളാൽ കഴിയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. മറ്റൊരു രീതിയിൽ നമുക്ക് അവരെ സഹായിപ്പാനോ ഒന്നും കഴിയുന്നില്ല എങ്കിലും പ്രാർത്ഥനയിൽ അവരെ ഒന്ന് കൈത്താങ്ങുവാൻ തക്കോണം, പാസ്റ്റർ പറഞ്ഞതുപോലെ പ്രാർത്ഥനയിൽ കൈത്താങ്ങുവാൻ തക്കോണം നമുക്ക് കഴിയട്ടെ. പ്രത്യേക നമുക്ക് നമ്മളായിരിക്കുന്ന UAE പ്രാർത്ഥനാ ധ്വനിയുടെ ഒരു സംഗമമായതുകൊണ്ട് പ്രത്യേകിച്ച് ആദ്യമായി ഞാൻ മിഡിൽ ഈസ്റ്റ് കൺട്രികളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായി ആഗ്രഹിക്കുന്നു. പ്രത്യേക ഇസ്രായേലിൽ നടക്കുന്ന ഇപ്പോഴുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ നടക്കുന്ന ഈ ആനുകാലിക സംഭവങ്ങൾ അടിസ്ഥാനത്തിൽ വളരെയധികം യുദ്ധങ്ങളുടെ ഭീഷണികളൊക്കെയും നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെയും കർത്താവിന്റെ വരവിന്റെ ഒരു ലക്ഷണമാകിയാൽ നമുക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എങ്കിലും മനുഷ്യനെ കർത്താവ് സ്നേഹിക്കേണ്ടതിന്, കർത്താവ് മനുഷ്യൻ നശിച്ചു പോകുന്ന ഇഷ്ടപ്പെടുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവത്തിന് കരുണ തോന്നേണ്ടതിന്, രാജ്യങ്ങളോട് കരുണ തോന്നേണ്ടതിന്, ദേശങ്ങളോട് കരുണ തോന്നേണ്ടതിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റ് കൺട്രികളെ ഓർത്ത്, ഇസ്രായേല്, ഇറാൻ, UAE അങ്ങനെയുള്ള എല്ലാ മിഡിൽ ഈസ്റ്റ് കൺട്രികളെ ഓർത്ത് പ്രത്യേക പാസ്റ്റർ തോമസ് ജോർജ് പ്രാർത്ഥിക്കാമോ? Praise the Lord. Hallelujah. Hallelujah. പരിശുദ്ധനായ ദൈവമേ, നല്ല സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ നല്ല രാത്രികാലത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനാ ധ്വനിയുടെ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ആയിരുന്നുകൊണ്ട് ഇന്നത്തെ രാത്രിയിലെ മീറ്റിങ്ങിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. കർത്താവെ, പ്രത്യേകിച്ച് മേൽപ്പറഞ്ഞ വിഷയങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മിഡിൽ ഈസ്റ്റിന്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുമ്പോൾ ഹല്ലേലൂയ, ഞങ്ങളുടെ കർത്താവിന്റെ വരവ് ഏറ്റവും വാതിക്കലാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ. കർത്താവെ, ഈ രാത്രി സമയം കർത്താവെ, പ്രത്യേകിച്ച് എല്ലാ രാജ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇസ്രയേലിനെ, ഇറാനെ, അതുപോലുള്ള മിഡിൽ ഈസ്റ്റ് മറ്റുള്ള രാജ്യങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യാതൊരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകാതെ വണ്ണം സ്വർഗം ഞങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യുദ്ധങ്ങളെയൊക്കെയും കർത്താവ് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അതിന്മേൽ ഞങ്ങൾക്കൊരു സമാധാനം തന്ന് ഈ ദേശത്തോട് കർത്താവ് മനസ്സലിയുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശങ്ങളിൽ നിന്നൊക്കെ അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗം അവിടുന്ന് സഹായിക്കുമാറാകണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് ഈ മിഡിൽ ഈസ്റ്റിൽ നല്ല സമാധാനം തന്ന് ഞങ്ങളെ മാനിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യുദ്ധങ്ങളെല്ലാം കർത്താവ് ഈ ദിവസങ്ങൾ കർത്താവ് തുടച്ചു മാറ്റിയിട്ട് സമാധാനവും സന്തോഷവും കർത്താവ് ഞങ്ങൾ പാർക്കുന്ന ഈ ദേശങ്ങളിൽ തരുവാൻ വേണ്ടി ഞങ്ങൾ കർത്താവിനോട് യാചിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനയിലുള്ള എല്ലാവരും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം കർത്താവ് ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഈ രാത്രികാലം ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ്, അല്പനേരം കൂടെ അവിടുത്തെ പാദപടി നിങ്ങളായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് സംസാരിക്കാം. യേശു ക്രിസ്തുവിന് തന്നെയുള്ള നാമത്തിൽ. ആമേൻ. നമുക്ക് പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ അനേക കുഞ്ഞുങ്ങൾ അവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കടന്നുപോയിട്ടുണ്ട്. അവരൊക്കെയും പേടിച്ചാണ് ആയിരിക്കുന്നത്. ആ ദേശത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. യൂറോപ്യൻ കൺട്രികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവവേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുന്ന അനേകർ ആ ദേശങ്ങളിലുണ്ട്. അവർക്ക് ആർക്കും ഒരു ദോഷവും വരാതെ സൂക്ഷിക്കേണ്ടതിന് വേണ്ടി പ്രത്യേക യൂറോപ്യൻ കൺട്രികളെ ഓർത്ത്, പ്രത്യേകിച്ച് UK ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. പിന്നെ ബംഗാളിൽ നടക്കുന്ന, വെസ്റ്റ് ബംഗാളിൽ നടക്കുന്ന, ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രശ്നങ്ങളും നമുക്കറിയാവുന്നതാണ്. യാതൊരുവിധ പ്രയാസങ്ങളും അതിന് അവരുടെ ആ പ്രധാനമന്ത്രി നമ്മുടെ ദേശത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനെ ഓർത്ത് പാസ്റ്റർ സണ്ണീഷം പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടങ്ങി വാഴ്ത്തി സ്തുതിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾക്ക് ജോയിൻ ചെയ്ത വിവിധ ഇടങ്ങളിൽ നിന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കുന്നതിനാൽ സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി തന്ന അടിയങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ മുൻപാകെ പറയപ്പെട്ട ഈ പ്രാർത്ഥനാ വിഷയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവത്തെ കർത്താവ് അറിയുന്നതിനാൽ സ്തോത്രം. കർത്താവെ, തിരമാലകളുടെ കോപത്തെ അടക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ആ രാജ്യത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമേരിക്ക എന്ന് കൽപ്പിക്കുന്ന ദൈവത്തിന്റെ വാക്കിന് മുൻപിൽ
രാഷ്ട്രം ഒതുങ്ങുവാൻ തക്കണം കർത്താവ് ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ബംഗ്ലാദേശിനെ കർത്താവ് സന്ദർശിക്കണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. അതുകൂടാതെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള വിപ്ലവങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ സഹോദരങ്ങള്, ഞങ്ങളുടെ രാജ്യത്ത് നിന്നുള്ള അനേക പ്രിയപ്പെട്ടവർ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ രാജ്യങ്ങളെല്ലാം ഓർക്കുന്നു. ആ രാജ്യങ്ങളിലെല്ലാം സ്വസ്ഥതയും സമാധാനവും ശാന്തതയും ദൈവപ്രവൃത്തിയും വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദേശം ദേശമായി, രാജ്യം രാജ്യമായി അങ്ങ് സന്ദർശിച്ച് ഉറപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങളുടെയും ദേശങ്ങളുടെയും കലക്കങ്ങളെ കർത്താവ് ശാസിക്കണം എന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ യാചനയ്ക്ക് അവിടുന്ന് മറിഞ്ഞിരിക്കരുത് എന്ന് അടിയങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നേ കർത്താവേ. എല്ലാ മഹത്വവും അങ്ങയ്ക്ക്. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനാൽ സ്തോത്രം. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. തീർച്ചയായും നമ്മള് കേരളത്തില് ഉരുൾപൊട്ടല് ദുരന്തം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. അവിടെയൊക്കെ ആയിരിക്കുന്ന പ്രിയ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അനേക കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ ഇല്ലാതെ ആയിരിക്കുന്നു, സഹോദരങ്ങളില്ലാതെ ആയിരിക്കുന്നു, അനേകർക്ക് മക്കളില്ലാതെ ആയിരിക്കുന്നു. അവരൊക്കെയും ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുകയാണ്. ദൈവം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ ഹൃദയങ്ങളിൽ വന്നിരിക്കുന്ന വേദന, മാതാപിതാക്കളുടെ ഹൃദയങ്ങളിലുള്ള വേദന ദൈവം മാറ്റേണ്ടതിന്, തുടർന്നുള്ള അവരുടെ പുനരധിവാസത്തിനും അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇപ്പോഴും തെരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അതിന് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരെയും ഓർത്ത്, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടേണ്ടതിനായിട്ട്, ദൈവനാമം അതിൽ കൂടെ ഉയർത്തപ്പെടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചോദ്യമാണ് ദൈവം എവിടെ എന്നുള്ളത്. ദൈവം എവിടെ പോയിരുന്നു എന്നുള്ള ഒരു ചോദ്യം. ദൈവത്തിന്റെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. എങ്കിലും കർത്താവിന്റെ കരങ്ങളിലേക്ക് ആ സ്ഥലങ്ങളെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതോടൊപ്പം തന്നെ ജാർഖണ്ഡ് അങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങളിൽ, ഹിമാചൽ പ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ആ ദേശങ്ങളെയൊക്കെ ഓർത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയ ഡോണ, ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ നല്ല കർത്താവെ, ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ഈ പ്രാർത്ഥനാ സംഗമത്തിലൂടെ ദൈവമേ ഞങ്ങൾ കടന്നു വന്ന് ദൈവമേ ഇവിടെ പറയപ്പെട്ടതായിട്ടുള്ള ദൈവമേ പ്രാർത്ഥനാ വിഷയങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ നിന്റെ കൃപ കൂടി ഇരിക്കുമാറാകണം. പ്രത്യേകയാൽ വയനാട്ടിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങൾ ഇതുവരെയും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ ഞങ്ങളുടെ ദേശത്ത് കണ്ടിട്ടില്ലാത്ത ദൈവമേ ഒരു മഹാ സംഭവം ദൈവമേ ഉണ്ടായിരിക്കുകയാണ്. ദൈവമേ ഒത്തിരി ജീവിതങ്ങൾ ദൈവമേ പൊലിഞ്ഞുപോയി. ഒത്തിരി കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. ഒത്തിരി മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു. ഒത്തിരി പേരുടെ ബന്ധുക്കളും മിത്രങ്ങളെ ചാർച്ചക്കാരെ നഷ്ടപ്പെട്ടവരായി, അവരുടെ സമ്പത്തുകളൊക്കെ നഷ്ടപ്പെട്ടവരായി. ഹല്ലേലൂയ. വലിയൊരു ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ദൈവമേ ഈ സാഹചര്യത്തെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അതിന്റെ പിൻപിൽ ദൈവമേ ഹല്ലേലൂയ അവിടെ സന്നദ്ധ സഹായങ്ങളുമായി രക്ഷാപ്രവർത്തനങ്ങളുമായി ഒക്കെയും കടന്നു ചെന്നിരിക്കുന്ന ദൈവമേ ഹല്ലേലൂയ, ദൈവമേ ഞങ്ങളുടെ ഹല്ലേലൂയ ആർമി, നേവി, ദൈവമേ അതുപോലെ ഫയർഫോഴ്സ് ദൈവമേ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ മറ്റ് ദൈവമേ സഹായ സംഘടനകളുണ്ട്, ക്ലബ്ബുകളുണ്ട്. ദൈവമേ ഞങ്ങളുടെ പല സഹോദരങ്ങളും ദൈവമേ ആ ദേശത്തിൽ ദൈവമേ ഹല്ലേലൂയ ദൈവമേ മക്കൾക്ക് വേണ്ടുന്ന ദൈവമേ ഹല്ലേലൂയ സേവനങ്ങൾ അനുഷ്ഠിക്കുവാനായിട്ട് ദൈവമേ ആ ദേശത്ത് കടന്നു പോയിട്ടുണ്ട്. നിന്റെ കൃപ കൂടെ ഇരിക്കുമാറാകണം ദൈവമേ. ആർക്കും തന്നെ ദൈവമേ യാതൊരു വിധമാകുന്ന പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ ഉണ്ടാകുവാൻ ഇടയാക്കരുതേ. ഹല്ലേലൂയ ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഇപ്പോൾ ദൈവമേ ഹല്ലേലൂയ അവിടെ ഉണ്ടായിരിക്കുന്ന ദൈവമേ മഹാമാരിയിൽ നിന്നൊക്കെ ദൈവമേ ഇനിയും ദൈവമേ ബോഡികൾ കണ്ടെത്തുവാൻ ഇനിയും ബാക്കിയുണ്ട്. അതൊക്കെയും എത്ര വേഗം കണ്ടെത്തുവാനുള്ള വഴി സാഹചര്യങ്ങൾ അവിടെ നിന്നും ഇടയാക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇതേ തുടർന്ന് ആർക്ക് ദൈവമേ മറ്റ് യാതൊരു വിധമാകുന്ന ഹല്ലേലൂയ പകർച്ചവ്യാധികളോ അലർജികളോ യാതൊന്നും തന്നെ ഉണ്ടാകുവാനും ദൈവമേ നീ അവിടെ നിന്നും ഇടയാക്കരുതേ. ഇതേ സെയിം പ്രതികൂലങ്ങളിൽ തന്നെ ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളും ഹല്ലേലൂയ ആയിരിക്കുന്നുവല്ലോ. ആ ദേശത്തേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ
കൂടെ ഇരിക്കുമാറാകണം. ഹല്ലേലൂയ. ദൈവം എവിടെ എന്ന് ദൈവമേ പലരും ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി ദൈവം നിന്റെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം നീ അവിടെ നിന്ന് വൽക്കാര്യം ദൈവമേ ചെയ്യുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്രകാരം ദൈവമേ ഒരു പ്രവൃത്തി നീ അവിടെ നിന്ന് ഞങ്ങളുടെ മധ്യത്തിൽ അയക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ദൈവമേ ഈ പറയപ്പെട്ടതായിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. നിന്റെ കൃപ കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. പ്രത്യേകം നമുക്ക് അടുത്ത വിഷയം നമുക്ക് നമ്മുടെ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെ പ്രത്യേകിച്ച് സുവിശേഷ വേലയിലായിരിക്കുന്ന ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി നമുക്ക് ഈ ദിവസങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം വളരെയധികം പീഡനങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. അനേക ദേവദാസന്മാർ ഇപ്പോഴും ജയിലിലാണ്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വിടുതലിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആക്രമണത്തിന് ഇരയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റുകളായിരിക്കുന്ന ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ ദേശത്തെയും ഈ UAE ഓർത്ത് പ്രാർത്ഥിക്കാം. ഇവിടുത്തെ ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് ഇവിടുത്തെ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമക്കൾക്ക് വേണ്ടിയിട്ട് അനേക നന്മകൾ അവർ ചെയ്യുന്നുണ്ട്. അനേക ആരാധനാ സ്ഥലങ്ങൾ പുതിയത് അവർ ക്രമീകരിക്കുന്നുണ്ട്. ഈ ദേശത്ത് ഇസ്രായേൽ മക്കള് എവിടെ അവരായിരുന്ന സ്ഥാനങ്ങളിലൊക്കെ ആ ദേശത്തെ അനുഗ്രഹിച്ച ദൈവം നമ്മളായിരിക്കുന്ന ഈ UAE അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ എവിടെയൊക്കെ ആയിരിക്കുന്നു അവിടെയെല്ലാം ദൈവനാമം നമ്മൾ കൂടെ ഉയർത്തപ്പെടേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തെ ഓർത്ത് ബ്രദർ MM സാജു പ്രാർത്ഥിക്കാമോ? ആരുടെ പേര് പറഞ്ഞേ? നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടുത്തെ സുവിശേഷ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ UAE മിഡിൽ ഈസ്റ്റിനെ ഓർത്ത് UAE ഓർത്ത് പ്രാർത്ഥിക്കുക. ഇവിടുത്തെ വേലകളിൽ കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി ഇവിടുത്തെ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. UAE ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇപ്രകാരം സൂമിൽ കൂടെ ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നൽകി തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഇവിടെ പറയപ്പെട്ട വിഷയങ്ങളുമായി ഞങ്ങൾ നിന്റെ അടുക്കിലേക്ക് അടുത്ത് വരികയാണ്. ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അതിന്റെ ഭരണാധികാരികൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. രാജാക്കന്മാർക്കും വിശേഷാൽ അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രസിഡന്റിന് വേണ്ടി, പ്രധാനമന്ത്രിക്ക് വേണ്ടി, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് വേണ്ടി, അതുപോലെ തന്നെ കർത്താവെ എല്ലാ മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നാഥ, ഇന്ന് രാത്രികാലം നിന്റെ ഭരണം ഹല്ലേലൂയ നീ അനുവദിക്കുന്ന പോലെ ചെയ്യുവാൻ തക്കവന്മാരുടെ ഹൃദയങ്ങളെ തിരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല ഭരണവും നിന്റെ നിയന്ത്രണത്തിലാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. രാജാക്കന്മാർക്ക് മീതെ അത്യുന്നതനായ ഒരുവനുള്ളതിനായി നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ UPക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഛത്തീസ്ഗഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേക ദൈവദാസന്മാർ ജയിലുകളിലായിരിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവജനത്തിന് നീ കൽപ്പിച്ചിട്ടുള്ളതായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ അനേകർ ഉപദ്രവിക്കപ്പെടുന്നു, നശിപ്പിക്കപ്പെടുന്നു കർത്താവെ. പീഡകളിൽ കൂടെ കടന്നു പോകുന്നു. എന്റെ ദൈവമേ, അവരോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പീഡിപ്പിക്കുന്നവരെ നീ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ തന്നെ ഞങ്ങൾ UAEക്കായി പ്രാർത്ഥിക്കുകയാണ്. UAEയിലും ദൈവിക സമാധാനം ഉടലെടുക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടെയുള്ള ഞങ്ങളുടെ ദൈവസഭകളെ ഹല്ലേലൂയ എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വരും ദിനങ്ങളില്ല ഹല്ലേലൂയ കൂടുതൽ ശക്തിയോടെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് അവിടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ, സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച എല്ലാ വിധങ്ങൾക്കായിട്ടും സ്തോത്രം. ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യാൻ തക്കണം സഹോദരിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇനി നമുക്ക് പ്രാർത്ഥനാദിനത്തിൽ കൂടെ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് കടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് രോഗികളായി ഭാരപ്പെടുന്ന അനേകരുണ്ട്. നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞാൻ 1, 2, 3 പേരുടെ പേര് ചേർത്ത് പറയുകയാണ്. അപ്പം അത് ഓർത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ. പ്രത്യേക
പ്രധാന വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് റിജോമോനെ ഓർത്ത് പ്രാർത്ഥിക്കാം. 11 വയസ്സുള്ള റിജോമോന് ചികിത്സാ പിഴവ് മൂലം ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലായി അഡ്മിറ്റ് ആയിരിക്കുകയാണ്. കുഞ്ഞിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കൽക്കാജി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് സഭാ ശുശ്രൂഷകനായ പാസ്റ്റർ ബിജു തങ്കച്ചന്റെ മകൾ തബീത ബിജു ടൈഫോയിഡിനായി ഭാരപ്പെട്ട് അഡ്മിറ്റ് ആയിരിക്കുന്നു. പ്രിയ പൈതലിന്റെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂർ AG സഭാ ശുശ്രൂഷകനും XLVBSന്റെ ഒരു പ്രധാന പ്രവർത്തകനും കോർഡിനേറ്ററിനുമായ പാസ്റ്റർ ഐസക് തരിയൻ ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്ന ദേവദാസനാണ്. അദ്ദേഹം ഹൃദയാഘാതം മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. ദൈവമക്കളെ പ്രത്യേക പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഈ 3 വിഷയങ്ങളെ ഓർത്ത് അന്നശമുവേൽ. സ്തോത്രം മഹാപരിശുദ്ധമായ ഞങ്ങൾ വാഴ്ത്തപ്പെട്ട ശ്രീ പിതാവേ, ഈ യാത്രയിലെ ഹല്ലേലൂയ പ്രാർത്ഥനയുടെ മീറ്റിംഗായിട്ട് ഞങ്ങൾ കടന്നു വരാൻ കർത്താവായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ താഴ്ത്തുന്ന കർത്താവെ, ഞങ്ങളെ കുറവുള്ളവർക്കില്ലേ കുറ്റങ്ങളവർക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹല്ലേലൂയയോടെ പ്രാർത്ഥിക്കാൻ തന്നെ വിഷയങ്ങളിൽ നിന്റെ കരം പ്രവർത്തിക ഭാരപ്പെടുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ജീവനെ എടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് കുഞ്ഞിനെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ് ശ്യാമളത്തിലെ പ്രദേശമായ വീടുകളോട് പാങ്ങത്താടാക്കണമേ പ്രാർത്ഥിക്കുന്ന അണിപ്രകാരം കുഞ്ഞിനെ വെച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മെനപ്പെട്ട പ്രാർത്ഥിക്കുന്ന അണിപ്രകാരം ഹല്ലേലൂയ വിടുതലേ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ കവിത ബിജു പ്രാർത്ഥിക്കുന്ന കർത്താവ് രാജ്യത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ് ഭാരപ്പെടുന്നതാണ് പലകരം വെച്ചുകൊള്ളണമേന്ന് പ്രാർത്ഥിക പൂർണ്ണമായ രീതിയോട് പാങ്കർത്താടേക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹല്ലേലൂയ 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 പ്രാർത്ഥിക്കുന്ന ബുദ്ധിപ്പെടുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് പലകരം ദാസന്റെ മേഘച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന പൂർണ്ണമായ ഒരു പാങ്കർത്താടേക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹല്ലേലൂയ ഈ പറയപ്പെടുന്ന വിഷയങ്ങളെ എന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവിലാണ് പലകരം മേൽവെച്ചുകൊള്ളമായ ഒരുപാട് പാങ്കർത്താടേക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കുറ്റങ്ങളെന്നോർക്കല്ലേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹല്ലേലൂയ അവരുടെ ഹല്ലേലൂയ തടസ്സമായ കർത്താവ് പൂർണ്ണമായി ശ്രമിക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കുന്ന കർത്താവ് പ്രാർത്ഥന ക്ഷമിക്കണം യേശുവിനാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. നമുക്ക് ബഹ്റൈനിലുള്ള ബ്രദർ മാത്യു പി ജോർജ്, അദ്ദേഹം സ്ട്രോക്ക് വന്ന് ശരീരം തളർന്ന അവസ്ഥയിലായിരിക്കുന്നു. അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സ്റ്റീവ് ജേക്കബ് എന്ന് പറയുന്ന 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്, അബുദാബിയില് ബ്രെയിൻ ട്യൂമറായി ഭാരപ്പെടുന്നു. പ്രിയ പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ മാമ്പുഴക്കരി ഷാരോണിലെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ഹണി എന്ന് പറയുന്നത് ദേവദാസിന്റെ പിതാവ് ആന്റണി ടി ക്യാൻസറാൽ ഭാരപ്പെടുന്നു. അദ്ദേഹത്തിന് ഒരു സർജറി മൺഡേയിലുണ്ട്. അതിനെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേക ദേവദാസിന്റെ മകള് പനി കൂടിയിട്ട് ഫിറ്റ്സ് വന്ന് കുഞ്ഞു അഡ്മിറ്റ് ആയിരിക്കുകയാണ്. പ്രത്യേക ദേവദാസിന്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം പൂർണ്ണമായൊരു സൗഖ്യം കൽപ്പിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 2 വിഷയങ്ങളെ ഓർത്ത് ബ്രദർ ഡാഫി മാത്യു പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, തിരുക്കരങ്ങളിലേക്ക് ഈ സന്ധ്യാസമയത്ത് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ കൂട്ടായ്മ കൂടുവാനൊക്കെ സഹായിച്ച വലിയ ഞങ്ങൾ സ്തോത്രം ചെയ്തു കർത്താവേ. പ്രിയ സഹോദരി പറഞ്ഞ ഓരോ വിഷയത്തിന്മേൽ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ ചായക്ക് വന്ന് ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ അപ്പച്ചായിരിക്കുന്ന പ്രിയ ഹല്ലേലൂയ ദൈവദാസനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ സഭയെ സന്ധ്യേറിയ പ്രാർത്ഥന അവിടെ ഇറങ്ങിച്ച് വിടുതലായിട്ട് വ്യാപരിപ്പാനൊക്കെ വേണ്ടയാക്കുമാറാകണമേ. അതുപോലെ 10 വയസ്സായ പ്രിയ ഇതിനെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ക്യാൻസറിന്റെ അസ്വസ്ഥയാൽ പാലിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലെ ദൈവിക പ്രവൃത്തി വെളിപ്പെടും. ആ സ്വലമേ സ്വർഗത്തിലെ പച്ച ആണിപ്പഴുതേറ്റ കരം പ്രിയ പൈതലിന്റെ മേലെ തൊടുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. സ്വർഗ്ഗീയ പിതാവ് പോലെ ഹല്ലേലൂയ കർത്താവേ, ആ ദൈവദാസന്റെ പ്രിയ പിതാവിനെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നാളെ നടക്കുന്ന സർജറി ഒക്കെ അനുഗ്രഹമായി തീരുവാൻ ദൈവമേ സ്വർഗത്തിലെ ഡോക്ടേഴ്സിനെ ഒക്കെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു ദൈവമേ. ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ മാത്രമേ കഴിയത്തുള്ളൂ, പ്രവർത്തിപ്പാൻ എന്നും എന്റെ കർത്താവ്
പരിശുദ്ധാത്മാവിനെ ശക്തനാണുള്ള കർത്താവേ, ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ കർത്താവ് രോഗികൾക്ക് സൗഖ്യമാകുന്ന നിത്യവൈദ്യനോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ദൈവമേ. ഞങ്ങൾ വാസ്തവമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവിക പ്രവൃത്തികൾ വെളിപ്പെട്ട് വരും ദിവസങ്ങളിൽ ഒരു വിടുതലിന്റെ സാക്ഷ്യം കേൾക്കത്തക്ക പോലത്തിന് ഈ പറയപ്പെട്ട വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ പോകുന്ന കൃപയോട് സ്തോത്രം ചെയ്യുന്നു. വേണ്ടി തിരുകരങ്ങളിലേക്ക് താഴ്ത്തുന്നു. പ്രാർത്ഥനയെ അതിനെ കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നമുക്ക് പ്രത്യേക കുവൈറ്റിലുള്ള ഒരു ദേവദാസി സിസ്റ്റർ ബ്ലസ്സി രോഗത്താൽ ഭാരപ്പെടുന്നു. പ്രിയ ദേവദാസി ഓർത്ത് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ യുപിയിൽ ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർ ബ്ലസ്സിന്റെ മൂന്നാമത്തെ കുഞ്ഞ് ന്യൂ ബോൺ കുഞ്ഞാണ്. അതായത് ഇപ്പൊ ഉണ്ടായതേ ഉള്ളൂ കുഞ്ഞും ബ്രീത്തിങ് ട്രബിളിനാൽ ഭാരപ്പെടുന്നു. കുഞ്ഞിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണ സൗഖ്യത്തോടെ പ്രിയ ദേവദാസിന് നൽകി കൊടുക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം സിസ്റ്റർ ചിന്നമ്മ ജോർജ് സർജറിക്ക് വിധേയയായി വിശ്രമത്തിലായിരിക്കുന്നു. പ്രിയ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പിന്നെ ഡാളസിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡറും ഗായകനുമായ ഒരു നല്ലൊരു ദേവദാസനായ ബ്രദർ ബ്ലസൻ ജേക്കബ് മഞ്ഞപ്പിത്തം ബാധിച്ച് സീരിയസ് ആയിട്ട് അഡ്മിറ്റ് ആയിരിക്കുകയാണ്. പ്രിയ ദേവദാസിന്റെ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ അനേക പേര് ഞാൻ എടുത്തു പറയാം. ഞാൻ ഓരോരുത്തരുടെയും പേര് എഴുതിയിട്ടിട്ടുണ്ട്. അനേക വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കണം. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥനാ കൂടെ കടന്നു വരുന്നുണ്ട്. നമുക്കൊരു ആ കാണുന്ന നിമിഷമെങ്കിലും ഒരു അല്പസമയമെങ്കിലും അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇപ്പൊ ഞാൻ പേര് പറഞ്ഞവരെ ഓർത്തും അനേക വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അവരെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും പൂർണ്ണ സൗഖ്യത്തോടെ ആക്കി തീർക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക. വിഷയത്തെ ഓർത്ത് വിനീത് ബ്രദർ പ്രാർത്ഥിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥാ, ഹല്ലേലൂയ. സൂം പ്ലാറ്റ്ഫോമിലൂടെ മധ്യസ്ഥ പ്രാർത്ഥനയായി കർത്താവെ തിരുപാദ പീഠത്തിൽ കടന്നു വരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. പ്രതിയാൽ കർത്താവെ, ഹല്ലേലൂയ, പറയപ്പെട്ട വിഷയത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, നമ്മളെ സാക്ഷാൽ ലോകമൊക്കെ വഹിച്ച ദൈവത്തിന്റെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, കുവൈറ്റിലെ ബ്ലസ്സി സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം, ആരോഗ്യം, സ്വർഗം ദൈവം നൽകണമേ. കർത്താവെ, ഉത്തർപ്രദേശിലെ ഹല്ലേലൂയ ദേവദാസന്റെ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഹല്ലേലൂയ ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടണമേ. ആ ബ്രീത്തിങ്ങിന്റെ ഹല്ലേലൂയ അസ്വസ്ഥത പൂർണ്ണമായി മാറിപ്പോകുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവെ, അങ്ങ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ഓപ്പറേഷൻ കഴിഞ്ഞ് ഹല്ലേലൂയ റെസ്റ്റിലായിരിക്കുന്ന ചിന്നമ്മ അമ്മമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പൂർണ്ണ സൗഖ്യം, ആരോഗ്യ ദിവസങ്ങൾ ദൈവം നൽകണമേ. കർത്താവെ, ആ ഡാളസിലെ ബ്ലസ്സൻ ബ്രദറെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, കുടുംബമായി സമർപ്പിക്കുന്ന കർത്താവെ, പൂർണ്ണ സൗഖ്യം, ആരോഗ്യ ദിവസങ്ങൾ കൊടുത്ത് കർത്താവ് വരുന്ന ദിവസങ്ങൾ കർത്താവിന് വേണ്ടി ഇനിയും പ്രയോജനപ്പെടുവാൻ ഞങ്ങളുടെ ദാസനെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഹല്ലേലൂയ അനേക ഹല്ലേലൂയ വിഷയങ്ങൾ വരുന്നുണ്ടല്ലോ. അത് സകലവരെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് അറിയാമല്ലോ. പൂർണ്ണ സൗഖ്യം, ആരോഗ്യം ഈ ദിവസം അവർക്ക് നൽകണമേ. ഈ ദിവസങ്ങളിൽ വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകൃപ കൂടെയിരിക്കും. കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്ര. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കും സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. വൃത്തിയാല് നമുക്ക് ഒരു 2-3 വിഷയം കൂടെ ഞാൻ ഒരുമിച്ച് പറയുകയാണ്. അതോർത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വൃത്തിയാല് ഇതിന്റെ പ്രാർത്ഥനാധ്വനിയുടെ സബ് എഡിറ്ററായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന സിസ്റ്റർ ടെസ്സിയുടെ പിതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ പ്രാർത്ഥനാധ്വനിയിൽ പ്രയർ റിക്വസ്റ്റ് ആയിട്ട് വന്ന ഒരു കുഞ്ഞാറ്റ എന്ന് പറയുന്ന 8 വയസ്സുകാരി കുഞ്ഞ് സ്കൂളിൽ വെച്ച് കുഴഞ്ഞു വീണു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പ്രിയ പൈതലും ഇന്ന് നിത്യതയിൽ ചേർക്കപ്പെട്ടു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ ടെസ്സിയുടെ പിതാവ് ഒരു ദേവദാസനാണ്. ആ ദേവദാസന്റെ ഫ്യൂണറൽ സർവീസ് നാളെ നടക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ UAE-യിലേക്ക് ജോലിക്കായിട്ട് കടന്നു വന്ന് ആയിരിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ, തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കാരണം അതേ ഒരു വിഷയം, ഒരു പ്രധാന വിഷയമായിട്ട് ഞാൻ എഴുതി വെച്ചതാണ്. മയക്കുമരുന്ന്
പല രീതിയിൽ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ തലമുറകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളെയും, ഇനി നമ്മൾ വിട്ടുപോയിട്ടുള്ള അനേക വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങളെ ഒന്നുകൂടെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ബ്രദർ ജോബിൻ പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇത്രത്തോളം സമയം കർത്താവിന് ഞങ്ങൾക്ക് ഒരുമിച്ച് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വീണ്ടും പറഞ്ഞ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രതിയാൽ, വേർപാടിൻ്റെ ദുഃഖത്തിൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രതിയാൽ, പ്രിയ സിസ്റ്ററിൻ്റെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, ആ കുടുംബങ്ങളോട് ദൈവമേ നീ മനസ്സിലി മാറാൻ പ്രാർത്ഥിക്കുന്ന ദൈവിക ആശ്വാസത്തിൽ ദൈവം അവരെ ആശ്വസിപ്പിക്കുമാറാകണമേ. കർത്താവിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവരെ സഹായിക്കുമാറാൻ പ്രാർത്ഥിക്കുന്ന പിതാവെ, പ്രതിയാൽ നാളെ നടക്കുന്ന ആ ഫ്യൂണറൽ സർവീസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, ആ കർത്താവ് ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടപ്പാൻ ദൈവം സഹായിക്കുമാറാൻ പ്രാർത്ഥിക്കുന്ന പിതാവ്, കാലാവസ്ഥയെല്ലാം അനുകൂലമാക്കി ദൈവം തീർക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ദൈവം ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ദൈവരെ അനുഗ്രഹിക്കുമാറാകണമേ, ബലപ്പെടുത്തുമാറാകണമേ. പ്രതിയാൽ കർത്താവെ, ആ പ്രിയ പൈതലിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്താൽ ഭാരപ്പെടുന്ന ആ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം ആശ്വസിപ്പിക്കുമാറാകണമേ, ബലപ്പെടുത്തുമാറാകണമേ. കർത്താവെ, പ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവരെ സഹായിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. പ്രതിയാൽ കർത്താവെ, ജോലിയില്ല ഭാരപ്പെടുന്ന അനേകർ ഈ ദേശത്തുണ്ട് പിതാവേ. കർത്താവെ, സഹോദരങ്ങളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രകാരമുള്ള വഴികളെ ഓരോരുത്തർക്കും തക്ക സമയത്ത് ദൈവം തീർക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഭൗതിക നന്മകൾ ജീവിതത്തിൽ പ്രാപിച്ചെടുപ്പാൻ, ദൈവസനിൽ നിന്ന് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുപ്പാൻ കർത്താവ് ഞങ്ങളുടെ സഹോദരങ്ങളെ ഓരോരുത്തരും ദൈവം സഹായിക്കുമാറാകണമേ. അവരവസ്ഥകൾ ദൈവമേ അവസ്ഥകളോട് ദൈവം മനസ്സിലി മാറാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. തക്ക സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ ഈ ദേശത്ത് ലഭിപ്പാൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കുമാറാൻ പ്രാർത്ഥിക്കുന്ന പിതാവേ. കർത്താവേ, അനേക കുഞ്ഞുങ്ങൾ കർത്താവ് ഈ നാളിൽ മദ്യത്തിന് മയക്കുമരുന്നിന് അടിമകളായി ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ കർത്താവെ ജീവിക്കുമ്പോൾ കർത്താവെ, ആ കുഞ്ഞുങ്ങളോട് ദൈവം മനസ്സിലി മാറാൻ പ്രാർത്ഥിക്കുന്ന പിതാവേ. ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, കർത്താവ് രക്ഷകനെ കണ്ടുമുട്ടുവാൻ, ഞങ്ങൾ അറിഞ്ഞ ഈ സത്യത്തിലേക്ക് അവർ കടന്നു വരുവാൻ, കർത്താവിനെ ഒരുമിച്ച് ഞങ്ങൾക്ക് കർത്താവിനെ സന്തോഷിപ്പാൻ, ആരാധിപ്പാനുള്ള അവസരങ്ങളെ ദൈവം ഒരുക്കുമാറാകണം. യഥാർത്ഥ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, അതനുസരിച്ച് ജീവിപ്പാൻ, ദൈവിക കർത്താവെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി ക്രമീകരിപ്പാൻ, ദൈവിക കൽപ്പനകളനുസരിപ്പാൻ ദൈവരെ സഹായിക്കുമാറാകണമേ. പ്രത്യേകം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, ഈ ലോകമോഹങ്ങളിൽപ്പെട്ട് വഴിതെട്ട് പോകാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആരെ ദൈവം അനുവദിക്കരുന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ചെറുകടിയിൽ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും ദൈവം മറയ്ക്കുമാറാകണമേ. അങ്ങനെ രക്തത്താൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു പിതാവേ. അതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ള ഓരോ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിട്ടുപോയ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ വിഷയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പ്രവൃത്തി തക്ക സമയത്ത് വെളിപ്പെട്ട് കാണുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. കർത്താവേ, പ്രാർത്ഥന ലീഡിയൻ ദാസിനെ ദൈവം ബലപ്പെടുത്തി അർപ്പിക്കായി സ്തോത്രം. പ്രാർത്ഥന അർപ്പിക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടതിനെ നമുക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഇനിയുള്ള കാര്യങ്ങള് പ്രിയ ദേവദാസിന് നിയന്ത്രിക്കുന്നതായിരിക്കും. ഓക്കെ, സിസ്റ്റർ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് അനേക വിഷയങ്ങളെ ഓർത്ത് മധ്യസ്ഥണിക്കുവാൻ പ്രാർത്ഥിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. പ്രോഗ്രാം ഷീറ്റിൽ ഇല്ലാത്ത ഒരു വിഷയത്തോടെ ഞാൻ പറയുന്നു. ഒരു 2 മിനിറ്റ് നമ്മൾ അനേക നാളുകളായി അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരു സാക്ഷ്യം 2 മിനിറ്റ് പറയുവാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥന ഡൽഹി UP ചാപ്റ്ററിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന MM സഹിച്ചാന് വേണ്ടി നമ്മൾ പ്രാർത്ഥിപ്പാടയായി. സഹിച്ചാൻ ഈ മീറ്റിങ്ങിന് ജോയിൻ ചെയ്തു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ ഡൽഹി UPയിൽ കടന്നുപോയി പ്രിയാച്ചാനെ കാണുവാടയായി. 2 മിനിറ്റ് ദൈവം തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അവിടുത്തെ സാക്ഷ്യം പറയാൻ വേണ്ടി പ്രിയ MM സഹിച്ചാനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ചേർന്ന് ഇപ്രകാരം ഒരുമിച്ചായിരിക്കാൻ തക്കോളം ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പ്രാർത്ഥനാധുനയുടെ ഇന്റർനാഷണൽ ഡയറക്ടർ പാസ്റ്റർ ബെൻസൺ ഡാനിയലിനായി സ്തോത്രം. അതുപോലെ UAE ചാപ്റ്ററിന്റെ ചെയർമാൻ, കോർഡിനേറ്റർ, കൗൺസിൽ മെമ്പേഴ്സ്, ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായും ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ ഒരുമണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വന്നതുപോലെ ചില ശാരീരികമായ പ്രയാസങ്ങൾ കൂടെ കടന്നുപോയി എങ്കിലും സ്വർഗത്തിലെ ദൈവം ആരോഗ്യം ബലം എഴുന്നേൽപ്പിച്ചിന് നിങ്ങളുടെ നടുവിൽ ആയിരിക്കാനും നിങ്ങളെല്ലാം മുഖാമുഖമായി കാണുവാനും സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏകദേശം 3 മാസമായി സർജറി കഴിഞ്ഞിട്ട്, സർജറിയുടെ വിഷയം എന്തെന്ന് വെച്ചാൽ ഉപ്പൂറ്റിയുടെ മുകളിലായിട്ട് ഒരു എക്സ്ട്രാ ഗ്രോത്ത് ബോൺ വളർന്നിരുന്നു. അതിന്റെ ട്രീറ്റ്മെന്റിനിടയിൽ സ്റ്റെറോയിഡിന്റെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തു ഡോക്ടർ. അതോടുകൂടെ ആ ഭാഗം അങ്ങ് ബലഹീനമായി പോയി. പിന്നെ കാലൊന്ന് ഉളുക്കിയപ്പോൾ അവിടുത്തെ ടെൻഡൻ ടിയർ ആയി പോവുകയും ഏകദേശം 6 സെന്റിമീറ്ററോളം ഗ്യാപ്പ് വരികയും ചെയ്തു. ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പിന്നെ പെട്ടെന്ന് ഡോക്ടർ അത് ഓപ്പറേഷൻ ചെയ്യുകയായിരുന്നു. അതിനുശേഷം 1.5 മാസക്കാലം കിടപ്പ് തന്നെയായിരുന്നു.
സത്യം പറഞ്ഞാൽ ദൈവമക്കളെ ആശുപത്രിയിൽ കിടക്കയിൽ ഇങ്ങനെ കിടന്നപ്പോഴാണ് 2 കാലുള്ളതിന്റെ വില ഞാൻ മനസ്സിലാക്കിയത്. 2 കാലിൽ നിവർന്നു നിൽക്കുവാൻ ആരോഗ്യം തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും നാം അതൊന്നും ഓർക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴാണ് ആമേൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആരോഗ്യത്തിന്റെ വിലയൊക്കെ നാം മനസ്സിലാക്കുന്നത്. യോബ് പറയുന്നു, മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്ന്. അതെ, തീപ്പൊരി ഉയര് പറക്കും പോലെ ഒന്നിന് പിന്നാലെ ഒന്നൊന്നായിട്ട് കഷ്ടതകള് ജീവിതത്തിൽ കടന്നു വരുമെന്നാൽ അതിൽ നിന്നെല്ലാം വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ആമേൻ എനിക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ തക്കണം ഇടയായതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ആദ്യ പൗലോസ് കല്ലേറ് കൊണ്ടവനായി വീണ് കിടന്നു. പക്ഷേ ശിഷ്യന്മാർ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ വീണവൻ എഴുന്നേറ്റ് നടന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ ചാപ്റ്ററിന്റെ ഈ മീറ്റിംഗില് ഇന്ന് പങ്കെടുക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന ഹല്ലേലൂയ എന്നെയും വീണ് കിടന്ന എന്നെയും എഴുന്നേൽപ്പിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പോഴും പൂർണ്ണമായിട്ട് റിക്കവറി ആയിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ബെൻസൺ മാസ്റ്റർ ഡൽഹിയിൽ കടന്നു വന്നിരുന്നു. നിങ്ങളുടെ ഹല്ലേലൂയ സ്നേഹം ഹല്ലേലൂയ അറിയിക്കുവാൻ എല്ലാം ഇടയായി തീർന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായ പ്രാർത്ഥനയ്ക്കും എല്ലാ സഹകരണത്തിനുമായി ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോഴും കാലിന് നീരുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഡ്യൂട്ടിക്ക് ഒന്ന് പോയി നോക്കിയായിരുന്നു. തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസം പോയി. ഇന്നലെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കാല് നല്ല നീരും വേദനയുമായതുകൊണ്ട് ഇന്ന് പിന്നെ പോയില്ല. ഇനി നാളെയും പോകുന്നില്ല. കാല് സൂക്ഷിക്കേണ്ടത് ആവശ്യമുണ്ടല്ലോ. ടെൻഡൻ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പൂറ്റയുടെ മുകളിലുള്ള ഞരമ്പ് അത് വീക്കായി പോയി. നമ്മള് നരിയാണി അതിന് ഉറയ്ക്കണം. അത് ഉറച്ചിട്ടില്ല. അവിടെ ഉറയ്ക്കാനായിട്ട് ഒന്നുമില്ല. അവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. അതിന് ഉറച്ചു വരണം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയെ വീണ്ടും ചോദിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന ഇപ്പോൾ നിർത്തരുതേ. സൗഖ്യമായി എഴുന്നേറ്റ്, പക്ഷേ ഹല്ലേലൂയ പൂർണ്ണമായി ബലത്തോടെ നടക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഇപ്രകാരം ഒരു അവസരം ഒരുക്കിയ ബെൻസൺ പാസ്റ്റർക്കും ഗ്രൂപ്പിന് നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ട് കർത്താവിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം വിടുതൽ നൽകിയ കൃപയ്ക്ക് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം കൂടി പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രിയ ജോബിൻ ബ്രദർ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം സമയം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലും വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. റോമർ എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എന്തും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മളെ പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കണം, ദൈവമേ അങ്ങയുടെ ഹിതമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ കടന്നു വരരുത്. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു, അൻപിൻ രൂപി യേശുനാഥ നിന്നിഷ്ടം എന്നെ ഇഷ്ടമാക്കാം. നമ്മുടെ ഇഷ്ടമൊന്നുമല്ല കർത്താവേ, അങ്ങയുടെ ഹിതം മാത്രം. നാം പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലും ഇത്രത്തോളം സമയം നാം പ്രാർത്ഥിപ്പാനിടയാക്കി. നാം പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലും ദൈവമേ ഞങ്ങളുടെ ആരെയും ഇഷ്ടമല്ല, ദൈവഹിതം ആ വിഷയത്തിന്മേൽ വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വരികളെ നമുക്ക് സമർപ്പണത്തോടെ ചേർന്ന് പാടാം. അൻപിൻ രൂപി യേശുനാഥ നിന്നിഷ്ടം എന്നെ ഇഷ്ടമാക്കാം. അൻപിൻ രൂപി യേശുനാഥ നിന്നിഷ്ടം എന്നെ ഇഷ്ടമാക്കാം. അൻപിൻ രൂപി യേശുനാഥ നിന്നിഷ്ടം എന്നെ ഇഷ്ടമാക്കാം. കുരിശിൽ തൂങ്ങി മരിച്ചവനെ എന്നെ തേടി വന്നവനെ അൻപിൻ രൂപി യേശുനാഥ നിന്നിഷ്ടം എന്നെ ഇഷ്ടമാക്കാം. അൻപിൻ രൂപി യേശുനാഥ നിന്നിഷ്ടം എന്നെ ഇഷ്ടമാക്കാം. മൃത്യുവിൻ്റെ താഴ്വരയിൽ ഞാൻ തെല്ലും ഭയപ്പെടില്ല. മൃത്യുവിൻ്റെ താഴ്വരയിൽ ഞാൻ തെല്ലും
എന്നെ തേടി വന്നവനെ, പാതാളത്തെ ജയിച്ചവനെ, എന്നെ തേടി വന്നവനെ, അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്ക. അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്ക. ദൈവം അങ്ങയുടെ ഹിതം ചെയ്ത് ജീവിപ്പാൻ, അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ, ദൈവഹിത പ്രകാരം ജീവിപ്പാൻ, ദൈവഹിതം എന്നു തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ദൈവം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടായിരിക്കണം. പ്രാർത്ഥന സ്വതം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഓക്കെ, ജോയി ബ്രദറെ, കർത്താവ് ശക്തമായി വീണ്ടും ഉപയോഗിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അനേക സ്റ്റേജുകളിൽ, അനേക വേദികളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. ഞങ്ങളുടെ ഗുജറാത്തിലും കടന്നു വരണം, ഇവിടെയും വന്ന ഗാനങ്ങളൊക്കെ പാടി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനൊക്കെ കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിനെയും പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നാം ദൈവത്തിന്റെ വചനം ശ്രവിക്കാൻ വേണ്ടി പോവുകയാണല്ലോ. നമ്മുടെ ഏതൊരു ആത്മീയ കൂട്ടായ്മയുടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണല്ലോ ദൈവദിന ചിന്ത എന്നുള്ളത്. ഇന്ന് രാത്രികാലം ദൈവം സംസാരിക്കുന്നത് പ്രാർത്ഥന തന്നെ UAE ചാപ്റ്ററിന്റെ വൈസ് ചെയർമാനും നമ്മുടെ പ്രാർത്ഥന ഇന്റർനാഷണൽ ജനറൽ കോർഡിനേറ്ററുമായിരിക്കുന്നതായ ഇവാഞ്ചലിസ്റ്റ് സാജൻ ജോൺ ബ്രദറാണ്. ഞങ്ങള് ചുരുങ്ങിയ ചില നാളുകളുടെ പരിചയമേ ഉള്ളൂ, എങ്കിൽ തന്നെയും നീണ്ട ഒരു 10-30 വർഷത്തെ ബന്ധം പോലെയാണ് ഞങ്ങളുടെ ഒരു ആത്മീയ കൂട്ടായ്മ. പ്രിയ ദൈവദാസനെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നിലയിലും വളരെ കൈത്താങ്ങിൽ നിൽക്കുന്ന പ്രിയ ദൈവദാസൻ ഇന്ന് രാത്രികാലം ദൈവത്തിനെ ശുശ്രൂഷിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വിടുതലും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ എന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ദൈവമക്കളൊക്കെ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. അല്പസമയം മുമ്പോട്ട് പോയെന്നറിയാം. ഇവിടെ ഇന്ത്യൻ സമയം 11 മണി കഴിഞ്ഞു. എനിക്കിന്ന് രാത്രി 2 മണിക്ക് UK ഐലൻഡിന്റെ ഒരു മീറ്റിങ്ങിന് സംബന്ധിക്കേണ്ടതാണ്, രാത്രി 2 മണിക്ക്. അപ്പോഴും ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. തുടർന്ന് ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസനെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമല്ലോ. കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാ ധ്വനിയുടെ ഈ ഓഗസ്റ്റ് മാസത്തെ മീറ്റിങ്ങിൽ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ ക്രിസ്തുവിൽ ഏറെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ ധ്വനിയുടെ ഇന്റർനാഷണൽ ഡയറക്ടർ പാസ്റ്റർ ബെൻസൺ ദാനിയേൽ കുടുംബം, അതുപോലെ പാസ്റ്റർ സണ്ണി പി ശാമുവേൽ എന്ന നമ്മുടെ മീറ്റിങ്ങിലുണ്ട്, റാസൽ കൈമയിൽ നിന്ന്. അങ്ങനെ ഇന്ന് ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ നമ്മുടെ പ്രിയ സജ് ബ്രദർ ഡൽഹിയിൽ നിന്ന് ജോയിൻ ചെയ്തു. പ്രാർത്ഥനയുടെ മറുപടി ഇന്ന് രാത്രിയിലും കേൾപ്പാൻ കർത്താവ് സഹായിച്ചു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവരോടുമുള്ള വിശേഷമായ വന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി നമുക്ക് കർത്താവിനെ ആരാധിപ്പാൻ സഹായിച്ചു. പ്രിയ ജോബിൻ ബ്രദറിനോട് കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രെയർ സെഷൻ വളരെ മനോഹരമായി ആ പ്രെയർ സെഷൻ ലീഡ് ചെയ്ത പ്രിയ യൂനിസിസ്റ്റിനോടുള്ള നന്ദിയെ വിശേഷാൽ അറിയിക്കുന്നു. അങ്ങനെ ഇന്ന് രാത്രി വളരെ ആത്മാർത്ഥമായി മീറ്റിങ്ങിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന നിങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം വളരെ മുൻപോട്ട് പോയി എന്ന് എനിക്കറിയാം. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ വചനത്തിന്റെ പ്രാധാന്യം ഉള്ളതുകൊണ്ട് ഇന്ന് രാത്രി ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പരിചയമുള്ള ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ നമുക്ക് മടങ്ങാം. വളരെ പരിചയമുള്ള ഒരു വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം, ജെനസിസ് ചാപ്റ്റർ 31, അതിന്റെ 3-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോകാം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുകയും എന്ന് അരുളി ചെയ്തു. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോകാം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് അരുളി ചെയ്തു. ഞാൻ ഈ വിഷയം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ ആനുകാലിക പ്രസക്തമായ ഒരു ചിന്തയും അപ്പോൾ തന്നെ നമ്മുടെ നിത്യതയ്ക്ക് പ്രത്യാശയൊന്ന് തൊട്ടുണർത്തുന്നതുമായ ഒരു വചനമായി എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇന്ന് രാത്രി അടുത്ത് ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ
നൂറ് ചിന്തകൾ, പ്രത്യേകിച്ച് ഇതിനകത്തെ പ്രധാനപ്പെട്ട കഥാപാത്രം യാക്കോബാണ് എന്ന് നിങ്ങൾക്കറിയാം. യാക്കോബിനെ കുറിച്ചുള്ള നൂറ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വന്നു, നൂറ് പ്രസംഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ തന്നെ സൺഡേ സ്കൂൾ കാലം മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് യാക്കോബ്. ഞാൻ അദ്ദേഹത്തിന്റെ ആ സ്വഭാവ സവിശേഷതകളിലേക്കൊന്നും പോകാനല്ല, ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് ഗ്രഹിപ്പിച്ച് ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും യാക്കോബിനെ കുറിച്ച് ഒന്ന് രണ്ട് പദം പറയാതെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാനും പറ്റത്തില്ല. നമുക്കറിയാം, ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിന്റെ 2 ആൺമക്കൾ. അവരിൽ ഒരുത്തന്റെ പേര് ഏശാവ്, രണ്ടാമത്തവന്റെ പേര് യാക്കോബ്. തത്വത്തിൽ ഇവർ ചേട്ടനും അനിയനുമാണെങ്കിലും നമ്മുടെ ഭാഷയിൽ ഇരട്ടപ്പിള്ളേരാണ്, ട്വിൻസ് ആണ് അവർ. ഇവർ ഇറങ്ങി വന്ന, അതായത് ഇവർ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഡെലിവറി നടക്കുന്ന ആ സമയം ബൈബിളിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. ആദ്യം മൂത്തവൻ വന്നു ഏശാവ്, തൊട്ടുപിറകെ രണ്ടാമൻ വന്നു യാക്കോബ്. ആ യാക്കോബിനെ കുറിച്ച് ഒരു പദം എഴുതിയിട്ടുണ്ട്. യാക്കോബാണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ യാക്കോബിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പദം, അവൻ മുമ്പിൽ വന്ന മൂത്തവന്റെ കുതികാലിൽ പിടിച്ചിരുന്നു എന്നൊരു പദം കൊടുത്തിട്ടുണ്ട്. 2 ചോര കുഞ്ഞുങ്ങൾ പർപ്പസ്ഫുള്ളി അങ്ങനെ പിടിക്കുമോ എന്നൊരു ചോദ്യം നിഷ്കളങ്ക മനസ്സിൽ ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. കാരണം നമുക്കതിന് ചിന്തിക്കാൻ പറ്റത്തില്ല. മനഃപൂർവ്വം കയറി കുതികാല് പിടിച്ചാണോ എന്നൊന്നും നോർമലി അല്ല. പക്ഷേ മുൻപോട്ടുള്ള യാക്കോബിന്റെ ജീവിതമൊക്കെ പഠിക്കുമ്പോൾ ആ പിടിയിൽ എന്തോ ഒരർത്ഥം ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ആദ്യം ഏശാവാണല്ലോ വരുന്നത്. അവിടെ നില്ല്, എനിക്ക് മുമ്പേ പോകണം എന്നുള്ളൊരു ചിന്തയാണ് അവിടെ യാക്കോബിൽ ഭരിച്ചത്. നമുക്ക് യാക്കോബിന്റെ ജീവിതം മുൻപോട്ട് പഠിക്കുമ്പോൾ അറിയാം, ജ്യേഷ്ഠാവകാശം എടുക്കാൻ വേണ്ടി, ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ അവിടെയാണല്ലോ ഒന്നാമൻ, ആ 1-ാം സ്ഥാനം എടുക്കാൻ വേണ്ടി യാക്കോബ് കാട്ടിക്കൂട്ടിയതൊക്കെ നമുക്കറിയാം. പക്ഷെ അതെല്ലാം വിജയത്തിലെത്തി എന്നുള്ളത് മറന്നു പോകരുത്. ഞാനപ്പോൾ ചിന്തിച്ചു, ഈ യാക്കോബിനെ കുറിച്ച് പഠിച്ചപ്പോൾ യാക്കോബിന്റെ വഴികളിലൊക്കെ ഇതെല്ലാം ചേട്ടനെ ചതിച്ചു, അപ്പനെ ചതിച്ചു, അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് നമ്മളൊക്കെ ഉപായിന്ന് കള്ളനെന്നും ഒക്കെ പുള്ളിയെ വിളിക്കുന്നുണ്ടെങ്കിലും യാക്കോബിന്റെ വഴിയിലൊക്കെ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം, ഇത് ഇന്നലെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്നാ പിന്നെ ദൈവമേ ആദ്യം യാക്കോബിനെ അങ്ങ് വിട്ടാൽ പോരായിരുന്നു? കാര്യം മാസങ്ങളുടെ വ്യത്യാസങ്ങളൊന്നുമില്ല, നിമിഷങ്ങളുടെ വ്യത്യാസമേ ഇവരുടെ ജനനത്തിലുള്ളൂ. അപ്പൊ ദൈവത്തിനൊരു അഡ്ജസ്റ്റ്മെന്റ് അകത്തുനിന്ന് ചെയ്യാമായിരുന്നല്ലോ. ഈ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ യേശാവിനെ ആദ്യം വിടുന്നതിന് പകരം യാക്കോബ് ആദ്യം പോട്ടെ, പുറകെ യേശാവ്. എന്തായാലും അതാണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നത്തേതിൽ യാക്കോബ് അത് വാങ്ങിച്ചെടുക്കുക. എന്നാൽ പിന്നെ ദൈവം ഒരു പ്രശ്നം ഉണ്ടാക്കാത്തങ്ങ് തീർത്താൽ പോരെ എന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചു പോയി. ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് ദൈവത്തോട് ചോദിച്ചു നോക്കി. പോട്ടെ, യാക്കോബിന്റെ സ്വഭാവം ഇതാ. ഞാൻ ആ ഒരു പോയിന്റ് പറയാനാ വന്നത്. യാക്കോബ് ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചാൽ ഇതെനിക്ക് വേണം. ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല, ഭയങ്കര നിർബന്ധ ബുദ്ധി പോലൊക്കെ. ഒരു കാര്യം യാക്കോബ് മനസ്സിൽ കണ്ടാൽ അത് നേടാൻ ഏതറ്റം വരെ പോകും. ശരിയാണോ? യാക്കോബിന്റെ ജീവിതം മുമ്പോട്ട് പഠിക്കുമ്പോൾ അറിയാം, പുള്ളി റാഹേലിനെ കണ്ടോണ്ടാ അവിടെ നിന്നത്, അല്ലേ? ആ റാഹേലിനെ സ്വന്തമാക്കാൻ വേണ്ടി പുള്ളി എന്തെല്ലാം പണി ചെയ്തു? ആദ്യം ലേയെ കെട്ടി, പിന്നെ റാഹേലിനെ കെട്ടി. അപ്പോൾ യാക്കോബിന്റെ ഒരു നേച്ചർ കണ്ടോ? ആ മനസ്സിൽ ആഗ്രഹിച്ചാൽ അത് നേടിയിരിക്കും. ഞാൻ ആ ചിന്ത ഇപ്പോഴത്തെ പ്രസന്റ് സെനാരിയോയിലോട്ട് നിങ്ങൾ കൊണ്ടുവന്നു. യാക്കോബാണല്ലോ ഇന്നത്തെ ഇസ്രായേൽ. നിങ്ങളൊന്ന് ചിന്തിച്ചേ, അവരൊരു കാര്യം ടാർഗറ്റ് ചെയ്താൽ, ശരിയല്ലേ? ഒരു കാര്യം അവർ ലക്ഷ്യം വച്ചാൽ ഏതറ്റം വരെയും പോകും. ഈ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങളിലൊക്കെ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ വായിക്കുകയും കാണുകയും ഒക്കെ അറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ശരിയല്ലേ? യാക്കോബ് ഒരു കാര്യം ടാർഗറ്റ് ചെയ്താൽ അതെടുത്തിരിക്കും. പോട്ടെ, ഞാൻ മുമ്പോട്ട് ഓടിച്ചു വരട്ടെ. ഈ യാക്കോബ് അപ്പനെ കളിപ്പിച്ച് ചേട്ടനെയും കളിപ്പിച്ച് അനുഗ്രഹമൊക്കെ തട്ടിപ്പൊറിച്ച് നേരെ പോവുക. വന്ന് ലൂസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി, അവിടെ കിടന്നുറങ്ങി. അവിടെ ദൈവസാന്നിധ്യം പുള്ളിക്ക് വെളിപ്പെട്ടു. അവിടുന്ന് പോയി നേരെ എങ്ങോട്ട് പോയി? അമ്മാച്ചന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. അമ്മാച്ചന്റെ വീട്ടിൽ ചെന്നു. പുള്ളി ഒളിച്ചോടി. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ യാക്കോബ് ഒളിച്ചോടിതാ. അമ്മാച്ചന്റെ വീട്ടിൽ ചെന്നു. കൃപയാൽ അമ്മാച്ചൻ പിന്നീട് അമ്മായിയപ്പനായി മാറി. എന്നാ അനുഗ്രഹമാണ് അല്ലേ? അമ്മാച്ചൻ അമ്മായിയപ്പനായിട്ട് മാറി. അവിടെ താമസിച്ചു. അവിടെ നിൽക്കുമ്പോൾ ദൈവം യാക്കോബിനോട് ഇടപെട്ട ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. ഞാൻ ഓടിച്ചൊറ്റ ഷോട്ടിൽ അതങ്ങ് പറഞ്ഞെന്നുള്ളൂ. യാക്കോബിനെ സംബന്ധിച്ച് വിശദീകരിച്ച് പറയാൻ പോയാൽ ഒരുപാട് പറയേണ്ടി വരും. കാരണം അദ്ദേഹം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, ഈ എവിടെയും ലാഭം നോക്കിയുള്ള ഒരു പരിപാടിയെ യാക്കോബ് ചെയ്യത്തുള്ളൂ. കാരണം അത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായമൊക്കെ പഠിക്കണം. പുള്ളി ദൈവത്തോട് പോലും ഉടമ്പടി ചെയ്തപ്പം
പുള്ളി പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും യാക്കോബിനെ പ്രസംഗിക്കുമ്പോൾ പറയാറുള്ള ഒരു ഭാഗം കൂടാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുള്ളി ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ അക്കമിട്ട് എണ്ണി ഒന്ന് പഠിക്കണം. 28-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ ലൂസിൽ വെച്ച് ദൈവ സാന്നിധ്യമൊക്കെ കണ്ടതിന് ശേഷം പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും 1. 2, ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കണം. 3, ഭക്ഷിപ്പാൻ ആഹാരം തരണം. 4, ധരിപ്പാൻ വസ്ത്രം തരണം. പിന്നെ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരണം. 5 കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചു. ഇങ്ങനെ ചെയ്താൽ തിരിച്ചോ, യഹോവ എനിക്ക്, അങ്ങനെയാണെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ആലയമാക്കും. പിന്നെ കിട്ടുന്നതിലൊക്കെ ദശാംശം തരും. അപ്പൊ 5 കാര്യം ദൈവം എനിക്ക് ചെയ്താൽ ദൈവത്തിന് തിരിച്ച് ഞാൻ 2 കാര്യം ചെയ്യും. അപ്പോഴും ലാഭമാർഗ യാക്കോബ്. ശരിയല്ലേ? ഇനി യാക്കോബിന്റെ ടെർമിനോളജി വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ ഈ ചോദിച്ച 5 കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നാൽ ഞാൻ എന്തോ ചെയ്യാമെന്ന് പറഞ്ഞാൽ, 1, ഇവിടെ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഇവിടെ തൂണ് ആലയമാക്കും. ഞാനൊരു സഭാവോള് പണിത് തരും. 2, കിട്ടുന്നതിലൊക്കെ ദശാംശം എന്ന ബൈബിൾ ടെർമിനോളജിയാ. യാക്കോബിന്റെ ഭാഷ പറഞ്ഞാൽ കിട്ടുന്നതിലൊക്കെ കമ്മീഷനും തരും. ശരിയല്ലേ? ഇതാണ് യാക്കോബിന്റെ നേച്ചർ. ഈ യാക്കോബാണ് അമ്മായി അച്ഛൻ്റെ കൂടെ, അല്ലെങ്കിൽ അമ്മാച്ചൻ്റെ കൂടെ നിന്ന് പിന്നെ അമ്മായിയപ്പനായി അവിടെ വിശ്വസ്തനായി നിന്ന് സേവിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് അവനോട് ഇടപെട്ട വാക്യമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ 3-ാം വാക്യത്തിൽ, അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്ക്, നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്ക് നീ മടങ്ങിപ്പോകാൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ശ്രദ്ധിച്ചേ, അപ്പന്റെ ഭവനം വിട്ട്, പിതാക്കന്മാരുടെ ഭവനം വിട്ട്, ചാർച്ചക്കാരെ വിട്ടിട്ട് ഇപ്പം മറ്റൊരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. അമ്മാച്ചന്റെ വീട്ടിൽ നിൽക്കുകയാണ്. അവിടെ വെച്ചാണ് ദൈവം യാക്കോബിനോട് പറഞ്ഞു, നീ തിരിച്ച് നിന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് പോകണം. ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു, ഇത് എപ്പോഴാ ദൈവം ഇത്രയും കാലവും യാക്കോബിനോട് പറയാത്ത ദൈവം അന്ന് പറഞ്ഞു? അപ്പോൾ എന്ന പദത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ പറഞ്ഞു. അതെപ്പോഴാ ദൈവം യാക്കോബിനോട് പറഞ്ഞത്? അതിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞ് ഞങ്ങളുടെ അപ്പന്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെയും സമ്പാദിച്ചു എന്ന് ലാബാന്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ കേട്ടു. അടുത്ത പദം ഇങ്ങനെയാണ്, യാക്കോബ് ലാബാന്റെ മുഖത്തു നോക്കിയാറേ അത് മുമ്പേ ഇരുന്നത് പോലെ അല്ല എന്ന് കണ്ടു. അപ്പൊ ദൈവം യാക്കോബിനോട് അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിക്കോളാൻ പറഞ്ഞത് എപ്പോഴാ? ലാബാന്റെ മുഖം മാറി. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ലാബാന്റെ മുഖഭാവം മാറി. ലാബാൻ ലോകമാണെങ്കിൽ ഇസ്രായേൽ ഒരു ദൈവ പൈതലാണെങ്കിൽ, ഇസ്രായേലിന്റെ ദൈവജനം, ദൈവ പൈതൽ, യാക്കോബ് ദൈവ പൈതലാണെങ്കിൽ, ഇന്ന് രാത്രി പ്രാർത്ഥനാധ്വനിയിലൂടെ വചനങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ ദൂത് പറയട്ടെ, ലോകത്തിന്റെ മുഖം മാറുന്നത് കാണുമ്പോൾ, ലോകത്തിന്റെ ഭാവങ്ങൾ മാറുന്നത് കാണുമ്പോൾ പ്രാർത്ഥിക്കുന്ന യാക്കോബുമാർ ഓർത്തോണം, എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് പോകാനുള്ള സമയമായി. ആമേൻ. അപ്പം ലോകത്തിന്റെ മുഖം, ഇന്നിപ്പം മുമ്പേ യൂണിസിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ഓർപ്പിച്ച് പലരും ചോദിച്ചു, എവിടെ നിങ്ങളുടെ ദൈവം എവിടെ? ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പലരും, ഞാൻ ഈ 1-2 വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസം കണ്ടതിനകത്ത് ഒരാൾ പറഞ്ഞ ചോദ്യം നിങ്ങളും കേട്ടിട്ടുണ്ടാവും. വളരെ പ്രശസ്തനായ ഒരു വ്യക്തി ചോദിച്ച ചോദ്യമാണ്, ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന് സ്വർഗത്തിൽ എന്നാ ചെയ്യാൻ കഴിയും? നിങ്ങൾ പലരും കേട്ട് കാണുമായിരിക്കും. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, മനുഷ്യൻ ഇത്രയും ഭോഷനായി പോയല്ലോ. ദൈവത്തെക്കുറിച്ചുള്ള ആ മനുഷ്യന്റെ വിചാരം എന്താ, അവന്റെ കൺസെപ്റ്റ് എന്താന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. നോക്കിയേ, ലോകത്തിന്റെ മുഖം മാറിയപ്പോൾ, ലോകത്തിന്റെ മുഖഭാവം മാറിയപ്പോൾ ദൈവം യാക്കോബിനോട് ഇടപെട്ടു. ഇനി നീ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത്. എന്ത് ചെയ്തു? അപ്പന്റെ ഭവനത്തിലേക്ക് പൊക്കോ. അടുത്ത പദം കൂടുണ്ട്, നീ പോന്ന പോക്കിൽ ഐ ആം വിത്ത് യു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഐ വിൽ ബി വിത്ത് യു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ നീ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഭൂമിയിലെ യാത്ര, ഈ ഭൂമിയിലെ ജീവിതം നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ പിതാവിന്റെ ഭവനത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മളെല്ലാം. ലോകത്തിന്റെ മുഖങ്ങൾ ഇങ്ങനെ മാറുമ്പോൾ
ഓരോ രാജ്യത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, മുഖഭാവം മാറിക്കൊണ്ടിരിക്കുക. ഓരോ രാജ്യത്തിന്റെ മുഖം മാറിക്കൊണ്ടിരിക്കുക. ഓരോ പ്രിയപ്പെട്ടവരുടെയും മുഖം മാറിക്കൊണ്ടിരിക്കുക. ഇത് കാണുമ്പം പ്രാർത്ഥിക്കുന്ന ഭക്തൻ പറയണം, എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് പോകാനുള്ള സമയമായി. ഇനി യാക്കോബിന് ഇത് എപ്പോഴാ തോന്നിയത്? ഇതിപ്പോ ദൈവം പറഞ്ഞല്ലേ, യാക്കോബിന് നീ മടങ്ങിപ്പോണമെന്ന് ദൈവം പറഞ്ഞ. പക്ഷേ ഇതിനു മുമ്പ് ഒരിക്കൽ യാക്കോബിനൊന്ന് തോന്നി, മതി, ഇനി എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് പോകാൻ തോന്നി. അതെപ്പോഴാണെന്നറിയാമോ? 30-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി 30-ന്റെ 25-ാം വാക്യത്തിലുണ്ട്, റാഹേൽ യോസഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട്, ഞാൻ എൻ്റെ സ്ഥലത്തേക്കും എൻ്റെ ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം. കണ്ടോ? അപ്പൊ പ്രാർത്ഥിക്കുന്ന യാക്കോബിന്റെ ഉള്ളിൽ അപ്പന്റെ ഭവനത്തിലോട്ട് പോകണമെന്നുള്ള ചിന്ത തുടങ്ങിയത് എപ്പോഴാന്ന് കണ്ടോ? റാഹേൽ യോസഫിനെ പ്രസവിച്ചപ്പോ. യോസഫ് ആരാ? ദർശനമുള്ളവൻ. ദർശനമുള്ളവൻ വീട്ടിൽ ജനിച്ചപ്പം അപ്പന്റെ അകത്ത് ദർശനമുണ്ടായി. അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങാനുള്ള സമയമായി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദർശനമുള്ളവർ ദൈവസഭയ്ക്കകത്തുണ്ടാകട്ടെ. ദർശനമുള്ളവർ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ജനിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അപ്പന്റെ ഭവനത്തിലേക്ക് പോകാനുള്ള ഒരു വാഞ്ച നമുക്കുണ്ടാകും. ഇന്ന് രാത്രി 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ദർശനമുള്ളവൻ വീട്ടിലുണ്ടെങ്കിൽ, ദർശനമുള്ളവൻ സഭയ്ക്കകത്തുണ്ടെങ്കിൽ ഇന്നിപ്പോ ഈ വന്ന് നമ്മൾ എത്തിയിരിക്കുന്ന കാലഘട്ടത്തിൽ സത്യം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ ആരിപ്പോ പ്രസംഗിക്കുന്നു? ആർക്ക് വേണോ അത്? ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത്, ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും അനുകൂലിക്കുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഇപ്പൊ നമുക്ക് വേണ്ടതെല്ലാം ഫയറാ. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു സാധനം വന്നിട്ടുണ്ട്, തെക്കൻ കാറ്റ്. നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല. തെക്കൻ കാറ്റ്, ഫയർ മാറി ഇപ്പൊ തെക്കൻ കാറ്റായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആര് പ്രസംഗിക്കുന്നു കർത്താവിന്റെ വരവിനെ കുറിച്ച്? അപ്പന്റെ ഭവനത്തിലേക്ക് പോകണമെന്ന് ആര് പറയുന്നു നമ്മളോട്? ഇന്ന് അനുഗ്രഹം പോരെ നമുക്ക്? ഇപ്പം വിടുതൽ, ഇപ്പോൾ അനുഗ്രഹം, ഇതല്ലേ നമുക്ക് വേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഞാൻ വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, നന്മയും കരുണയും നിന്നെ പിന്തുടരും. പക്ഷെ യഹോവ ഇടയനായിരിക്കണം. ഇന്ന് രാത്രി ഇടയന്റെ ഭവനത്തിലേക്ക്, അപ്പന്റെ ഭവനത്തിലേക്ക് പോകാനുള്ള വാഞ്ച നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മതി. പോട്ടെ, ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ, സമയം തീരുന്നു. ഈ യാക്കോബ് അവിടെ നിന്ന് പുറപ്പെടുന്നു. 31-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഭാര്യമാരെ അടുക്ക വിളിച്ചിട്ട് പറയുന്നുണ്ട്, അവരോട് പറഞ്ഞത്, നിങ്ങളുടെ അപ്പന്റെ മുഖം എൻ്റെ നേരെ മുമ്പലത്തെ പോലെ അല്ല എന്ന് കാണുന്നു, എങ്കിലും എൻ്റെ അപ്പന്റെ ദൈവം എന്നോട് കൂടെ ഇരിക്കുന്നു. ഇതാ ഭക്തന്റെ വിശ്വാസം. ലോകത്തിന്റെ മുഖം മാറിയാലും എൻ്റെ പിതാക്കന്മാരുടെ ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓടിച്ചു പറയട്ടെ, യാക്കോബ് അവിടെ നിന്ന് പുറപ്പെട്ടു. അവിടെ നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞത്, തനിക്കുള്ളതിനെ എല്ലാം കൂട്ടി യാക്കോബ് പുറപ്പെട്ടു. 3 ദിവസം കഴിഞ്ഞാണ് അമ്മായിയപ്പൻ അറിഞ്ഞത് യാക്കോബ് എല്ലാ സാധനങ്ങളുമായി പോയി എന്നുള്ളത്. ഇവിടെ എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നൊരു വിഷയം അവിടെ ഉണ്ട്. കാരണം ഇവര് പോകാൻ നേരത്തെ എല്ലാം കൂടെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്കറിയാമല്ലോ. എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ അപ്പന്റെ പെമ്മക്കള് പോയിട്ട് ഒരു, പ്രത്യേകിച്ച് റാഹേൽ പോയിട്ട് ഒരു പണി കാണിച്ചു. അപ്പന്റെ വിഗ്രഹങ്ങളും കൂടെ എടുത്തുകൊണ്ട് പോകുന്നു. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അതും കൂടെ എടുത്തുകൊണ്ടാ പോയത്. അപ്പൊ ഇതും കൂടെ ആയപ്പോഴത്തേന് ലാബാൻ എന്തായി? ലാബാൻ ഒന്നുകൂടെ പറഞ്ഞു. ലാബാനെ ഞാൻ മുമ്പേ ചിത്രീകരിച്ചു. ലാബാൻ ലോകത്തെ കാണിക്കുക. ഇവര് പുറപ്പെട്ടു പോന്നു. ലാബാനും കൂട്ടരും കൂടെ പുറകെ വന്നു. നമുക്കറിയാം, ഗിലെയാദ് പർവ്വതത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 കൂട്ടരും കൂടെ നിൽക്കുക. അങ്ങേ സൈഡിൽ യാക്കോബ് കൂടാരമടിച്ച് നിൽക്കുന്നു, മറുവശത്ത് ലാബാൻ വന്ന് നിൽക്കുന്നു. എന്താ സംഭവിച്ചത്? ലാബാന്റെ വരവിന്റെ ഉദ്ദേശം വെടിനിർത്തൽ ചർച്ച നടത്തി മകനെ തിരിച്ചു കൊണ്ടുപോകാനൊന്നും അല്ല. ഇന്ന് സംഭവിക്കുന്നത് പോലെ സന്ധി സംഭാഷണത്തിനല്ല ലാബാൻ വന്നത്. അതവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ലാബാൻ യാക്കോബിനോട് പറയുന്ന ഒരു പദമുണ്ട്, എൻ്റെ പക്കൽ ആൾക്കൂട്ടമുണ്ട്, എനിക്ക് വേണം എന്തും ചെയ്യാം, പക്ഷേ ഇന്നലെ രാത്രി നിന്റെ ദൈവം എന്നോട് പറഞ്ഞു, നീ അവനോട് ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ആ വാഗ്ദത്തമല്ലേ യാക്കോബിനെ ഇന്നും മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ യാക്കോബ് എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ പേരിട്ട് നിങ്ങൾ ചിന്തിച്ചു. പ്രതിസന്ധികൾ ഇല്ലാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആ രാജ്യത്തെ, ആ യാക്കോബിനെ ഇന്നും നയിക്കുന്നത് ഒറ്റ വാഗ്ദത്തമാണ്, I am with you. ഞാൻ നിന്നോടൊപ്പം ഉണ്ട്.
ലാബാനോട് പറഞ്ഞു, ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും ചെയ്യരുത്. അവരവിടെ നിന്ന് പിരിഞ്ഞു, അടുത്ത സ്ഥലത്തേക്ക് പോവുക. ഇവരെവിടെത്തി? യാബോക്കിലെത്തി. യാബോക്കിലെത്തിയ ഭാഗം നമുക്കറിയാം. യാബോക്കിൽ വെച്ച് താൻ പേടിച്ച് നിൽക്കുക. ആരെയാ പേടിച്ച് നിൽക്കുന്നത്? ഏശാവിനെ പേടിച്ച്. കാരണം ഏശാവിനെ കളിപ്പിച്ചിട്ടില്ല അങ്ങോട്ട് പോയത്. അപ്പൊ ഏശാവിനെ ഭയപ്പെട്ട് നിൽക്കുന്ന യാക്കോബ് യാബോക്ക് കടവിൽ വന്നു. യാബോക്ക് കടവിനെ ഞാൻ വിളിക്കുന്ന പേര് ചെക്ക് പോസ്റ്റ് എന്ന്. യാബോക്ക് ചെക്ക് പോസ്റ്റ്. ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല. ഒരു ചെക്ക് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ചെക്കിങ് കറക്റ്റ് ആയിരിക്കും. യാക്കോബ് യാബോക്ക് കടവിൽ വന്നു, എല്ലാരെയും അപ്പുറത്താക്കി. അത് ഏശാവിനെ പേടിച്ചിട്ട് കുടുംബത്തെ എല്ലാം അക്കരെ കടത്തി പുള്ളി തനിയെ ശേഷിച്ചു. അപ്പോൾ ദൂതനെത്തി. ആ ഭാഗം നമുക്കറിയാം. അവിടെ വെച്ച് ഒരു ചോദ്യം ചോദിച്ചു യാക്കോബിനോട്, നിന്റെ പേരെന്ത്? നിന്റെ പേരെന്ത്? യാക്കോബ് പറഞ്ഞ എന്താ? എൻ്റെ പേര് യാക്കോബ് എന്നാകുന്നു. യാക്കോബെ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പേ അമ്മാച്ചന്റെ വീട്ടിലോട്ട് വരുന്നതിന് മുമ്പ് കണ്ണ് കാണാൻ വയ്യാത്ത ഒരു അപ്പനെ ഒന്ന് കളിപ്പിച്ചായിരുന്നു. അന്ന് അപ്പൻ ചോദിച്ചു, നീ ആരാ? അപ്പൊ ഞാൻ പറഞ്ഞു, ആരാ? ഞാൻ ഏശാവ്. കണ്ണ് കാണാൻ വയ്യാത്ത അപ്പനെ കളിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇപ്പം യാക്കോബ് എത്തി നിൽക്കുന്നത് യാബോക്ക് കടവിൽ അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റിൽ നിൽക്കുക. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അവിടെ കളിപ്പിക്കാൻ പറ്റത്തില്ല. പറഞ്ഞു, ഞാൻ യാക്കോബ. അവിടെ വെച്ചാണ് ആ പേര് കൊടുത്തത്. ഇന്നു മുതൽ നീ ആരല്ല, യാക്കോബല്ല, നിന്റെ പേര് ഞാൻ മാറ്റുന്നു, നീ ഇസ്രായേലാണ്. ഈ വാഗ്ദത്തം പ്രാപിച്ച് പുള്ളി പോകുമ്പോഴാണ് ആര് വരുന്നത്? ഏശാവ് വരിക. കൂടെ ഉണ്ട്. വാഗ്ദത്തം എന്താ? നീ പൊക്കോ, അപ്പൻ്റെ വീട്ടോട് പൊക്കോ, I am with you, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഏശാവ് വരുന്നു. ഏശാവ് വന്ന് എന്ത് ചെയ്തു? പേടിച്ച് നിൽക്കുക. പക്ഷെ നാം അവിടെ കാണുന്നത് ഏശാവ് വന്നവനെ കുത്തിക്കൊന്നോ കൂമ്പിലിട്ടിടിച്ചെന്നൊന്നും അല്ല അവിടെ വായിക്കുന്നേ. വന്ന് കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു, ചുംബിച്ചു. കണ്ടോ? ശത്രുവിനെ പോലും ആരാക്കി മാറ്റി? സ്നേഹിതനാക്കി മാറ്റി. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാ, ഈ യാക്കോബും അതായത് ഇസ്രായേലും ഈ ദൈവവുമായിട്ടുള്ള ബന്ധം ശത്രുവിന്റെ സ്വഭാവത്തെ പോലും മാറ്റി. കൊല്ലാൻ വന്ന ഏശാവ് ഇപ്പൊ കെട്ടിപ്പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കറണ്ട് പ്രസന്റ് സിറ്റുവേഷൻ ചേർത്ത് ചിന്തിച്ചോളാം. ദൈവം യാക്കോബിനോട് കൂടെയുണ്ട്. ഞാനിതിനെ നമ്മുടെ വിശ്വാസ ജീവിതത്തോട് ചേർത്ത് വെച്ചപ്പോൾ ലോകത്തിന്റെ മുഖം മാറുന്നു, നമുക്കപ്പന്റെ ഭവനത്തിലേക്ക് പോകണം. എന്നാൽ ഇതിന്റെ കൂടെ അക്കരെ നാട്ടിൽ നമുക്കൊരുക്കിയ വാഗ്ദത്ത ദേശത്ത് നാം എത്തുന്നത് വരെ നമ്മോടൊപ്പം നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തിന്റെ ഒടുവിൽ നാം കാണുന്നുണ്ട് 37-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ച് ഞാൻ നിർത്തുന്നു. 37-1 ഇങ്ങനെ വായിക്കുന്നു, യാക്കോബ് തൻ്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു. ഇതിനു വേണ്ടിയല്ലേ ദൈവം വിളിച്ചത്? യാക്കോബിനെ ലാബാന്റെ ഭവനത്തിൽ വിളിച്ച് ഇതിനു വേണ്ടിയിട്ടല്ലേ? നിന്റെ അപ്പന്റെ ദേശത്ത് പോയി പാർക്കാനല്ലേ? ഇന്ന് രാത്രി പ്രതിസന്ധികളെ അതിജീവിച്ച് യാക്കോബ് തന്റെ പിതാവിന്റെ ദേശമായ കനാൻ ദേശത്ത് പാർത്തെങ്കിൽ, പ്രാർത്ഥനാ ധ്വനിയിലൂടെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ, ലോകത്തിന്റെ മുഖം മാറുമ്പോൾ, കൂടെയുള്ളവരുടെ മുഖം മാറുമ്പോൾ, സമൂഹത്തിന്റെ മുഖം മാറുമ്പോൾ, ഭാവം മാറുമ്പോൾ ഓർത്തോണം, തമ്പുരാന്റെ വരവിന് സമയമായി, അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങാൻ സമയമായി. പക്ഷെ ഭാരപ്പെടണ്ട, എന്നോടും നിങ്ങളോടും കൂടെ ഇരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് രാത്രി ആ വാഗ്ദത്തത്തിൽ മുറുകെ പിടിക്കാം. ലാബാൻ അപ്പന്റെ ദേശത്ത് കനാൻ ദേശത്ത് പാർത്തതുപോലെ നമുക്കും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം. അപ്പന്റെ ഭവനത്തിലേക്ക് പോകാൻ നമുക്കും ഒരുങ്ങാം. ഈ പ്രത്യാശയിൽ നമുക്ക് നിറയാം. സ്വർഗത്തിലെ ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ സന്ദേശം, ദൈവീയ ദൂത്, ദൈവീയ ആലോചന കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഈ ദിവസങ്ങളിൽ ആ ദൈവീയ വാക്യത്തെ പ്രകാരം ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്ന അളവിൽ മുന്നേറുവാൻ, ദൈവമേ അങ്ങയ്ക്ക് എന്നെ പറ്റിയുള്ള ആ പ്ലാനും പദ്ധതിയും എന്നിൽ കൂടി നിറവേറണമേ എന്നുണ്ടായ ആ പ്രത്യാശയോടെ, ആ വാഞ്ചയോടെ മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ. യാക്കോബിന്റെ ആ തീഷ്ണത, യാക്കോബിന്റെ ആ വാഞ്ച ഇന്ന് രാത്രികാലവും ദൈവത്തിന്റെ ആത്മാവിൽ കൂടി ഞങ്ങളുടെ ദാസനെ കൂടി ദൈവം സംസാരിപ്പാടെയായി കേട്ട വചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ നമ്മുടെ ദൈവത്തിനെ പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു സാജൻ. ദൈവം ശക്തമായി വീണ്ടും ഉപയോഗിക്കട്ടെ എന്ന്
ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവസാനമായി ഇന്ന് രാത്രികാലത്തെ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നത് കർത്താവിന്റെ വിലയ ദാസനും പ്രിയ സണ്ണി പി ഷമീൽ പാസാണ്. കർത്താവിന്റെ വിലയ ദാസനെ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു. ദൈവമേ, പ്രാർത്ഥനാധുനി പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൂടി വന്ന് ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകി തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവെ, ഈ പ്ലാറ്റ്ഫോമിന്റെ ഇന്റർനാഷണൽ ഡയറക്ടറായിരുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാഷണൽ കോർഡിനേറ്റർക്കായി പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ ഉത്തരവാദിത്വം വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കാര്യങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും തിരുസന്നിധിയിൽ മറുപടി ഉള്ളതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നേ കർത്താവ്. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അപ്പന്റെ സ്നേഹത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. യഥാസമയം കർത്താവ് പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് രോഗിയായിരുന്നു, കർത്താവ് നൽകിയ വിടുതലിന്റെ സാക്ഷ്യവുമായി ഡൽഹിയിൽ നിന്ന് ജോയിൻ ചെയ്ത അവിടുത്തെ ദാസനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നൽകിയ അത്ഭുതകരമായ വിടുതലിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇതുപോലുള്ള നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ വീണ്ടും കേൾക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് കൃപ ചെയ്യണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സമാപനമായി ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചന ധ്യാനത്തിനായി സ്തോത്രം ചെയ്യുന്നു. സാധിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ദാസനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ അവിടുത്തെ ഭൃത്തിനെ അവിടുന്ന് ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. ലോകത്തിന്റെ മുഖം മാറും, കർത്താവെ, മാറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. ഇതൊക്കെ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള സമയം സമാഗതമായി എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ തലകളെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ഭൃത്തിനെ അവിടുന്ന് ഉപയോഗിച്ചാൽ സ്തോത്രം. തുടർന്നുള്ള ദിവസങ്ങളിലും അധികാരത്തോടെ വചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് സഹായിക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വക്രതയും കോട്ടമുള്ള ഈ തലമുറയിൽ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള സന്ദേശങ്ങൾ, പ്രത്യാശയുടെ സന്ദേശങ്ങൾ വളരെ കുറഞ്ഞിരിക്കുമ്പോൾ ആധികാരികമായി ദൈവവചനം ശുശ്രൂഷിപ്പാൻ അവിടുത്തെ ഭൃത്തിനെ ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കായും സ്തോത്രം. വചനം കേട്ട എല്ലാവർക്കായും സ്തോത്രം. വരുന്ന ദിവസങ്ങളിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കണം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഞങ്ങൾ ഭാഗ്യമായിട്ട് പിരിയുന്നു. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ എല്ലാവരെയും കാത്ത് അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. വചനത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയും ത്രാണിയും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതിനാൽ സ്തോത്രം. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ബെൻസൺ പാസ്റ്റർ ആശീർവാദം പറയുന്നതായിരിക്കും സന്തോഷം. ആശീർവാദം പറയാം. നമ്മുടെ കർത്താവും പ്രിയമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഓരോ ദിവസവും നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളോടും ദൈവവചന ശുശ്രൂഷ കർത്താവിന്റെ ദാസനോടും ഇവിടെ കൂടിയിരുന്ന എല്ലാവരോടും അവിടെ ആയി ചെതറിപ്പാർക്കുന്ന എല്ലാ വിശുദ്ധ ഗണങ്ങളോടുകൂടെ കർത്താവിന്റെ പ്രത്യക്ഷത വരെയും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.